ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് റേജ് ബെയ്റ്റിംഗ് വീഡിയോ ഐ ഹാവ് എവർ ഡൺ ഇൻ ദിസ് ചാനൽ. എനിക്ക് കുറച്ച് കാലമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു റേജ് ബെയ്റ്റിംഗ് ആയിട്ടുള്ള. എല്ലാവരും റേജ് ബെയ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നു, ഫെയിം ഉണ്ടാക്കുന്നു, എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു റേജ് ബെയ്റ്റ് ചെയ്യണം, എല്ലാവരും അങ്ങോട്ട് വെറുപ്പിക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. അപ്പോൾ കുറേ പൊളിറ്റിക്കൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ പാർട്ടിക്കാർ ആ പാർട്ടിയെ കുറ്റം പറയും, അവർ തമ്മിൽ ഐഡിയ ആവും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് ഹൂ ആർ ദ പീപ്പിൾ ഹൂ ഈസ് മോസ്റ്റ് ഒഫൻഡഡ് ബൈ എനിത്തിങ്, ലിറ്ററലി എനിത്തിങ്. അതായത് കുറ്റമൊന്നും പറയണ്ട, വെറുതെ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഒറ്റ പറിച്ച് അങ്ങനെ പറയുന്ന ഒരു ടീംസ് ഈ ലോകത്ത് തന്നെ ഒരു ടീമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദീസ് റിലീജിയസ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇഫ് യു ആർ ടു മച്ച് റിലീജിയസ് ഓർ ഈ റിലീജിയസ് ലുണറ്റിക്, ദെൻ ഈ വീഡിയോ കാണുന്നില്ല. നിങ്ങൾക്കുള്ള വീഡിയോ അല്ലത്. ഇത് പറഞ്ഞില്ല എന്ന് പറയണ്ട, ഇത് കൺസിഡർ ദിസ് ആസ് എ വാർണിംഗ്. ഓക്കെ, നിങ്ങളത് കാണുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറയും, കണ്ടോ ഇവർ എന്നെ അറിയാതെ ഇതിൽ അമർത്തി, ഇതിൽ ഫുള്ള് എന്നെ കാണിച്ചു എന്നൊക്കെ പറയും അവസാനം. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ഫോർ യു. സോ റിലീജിയൻ, വാട്ട് ഈസ് ഇറ്റ്? എന്താണ് റിലീജിയൻ? അപ്പോൾ ആദ്യം തന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും, നമ്മൾ എന്തൊരു കാര്യം ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്താലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്താലോ അതിനെക്കുറിച്ച് എഴുതിയാൽ എല്ലാം നമ്മളിങ്ങനെ കാണുന്നതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഉണ്ടാവും. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്നായിരിക്കും ആദ്യം. സുഹൃത്തേ എന്നൊക്കെ ആദ്യം പറയുന്ന, പിന്നെ കുറച്ച് അതിനെ തെറിയായിരിക്കും, അത് വേറെ. യവന് വല്ലതും അറിയോ? നീ വായിച്ചിട്ടുണ്ടോ? ഈ ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ? ഹോളി ബുക്സ്, ദൈവം എഴുതിയ ബുക്ക് നീ വായിച്ചിട്ടുണ്ടോ എന്നായിരിക്കും ഇവരുടെ മെയിൻ കൗണ്ടർ ആർഗ്യുമെൻറ്റ്. ഇത് ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇത് ഇങ്ങനെയല്ല അങ്ങനെ. ഇതന്നെയാണ് എല്ലാത്തിനും ഫസ്റ്റ് കൗണ്ടർ ആർഗ്യുമെൻറ്റ് ഇതാണ്. അതിപ്പോൾ നിങ്ങൾ ഏത് ഇങ്ങനത്തെ ഡിബേറ്റ് എടുത്ത് നോക്കിയാലും, ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വന്ന ആദ്യത്തെ സംഭവം കൗണ്ടർ ആർഗ്യുമെൻറ്റ് ഇങ്ങനെയാണ്, ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരിക, ദിസ് ഈസ് എ സെയിം ആർഗ്യുമെൻറ്റ് പീപ്പിൾ ആർ യൂസിങ്. നമ്മുടെ അശ്വിൻ കോക്കില്ലേ, അശ്വിൻ കോക്ക് ഒരു സിനിമ മോശം പറഞ്ഞു. അപ്പോൾ അവനോട് ആദ്യം ചോദിക്കുന്നത്, സിനിമ എടുക്കാൻ അറിയോടാ നിനക്ക്? നീ എത്ര സിനിമ എടുത്തിട്ടുണ്ടാ? ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ അറിയോടാ? ക്യാമറ എവിടെ വെക്കണം എന്നറിയോടാ? ഇതാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സെയിം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു റോട്ടിലൂടെ ഞാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ബൈക്ക് ഓടിക്കുക, എൻ്റെ ബാക്കിൽ ഒരുത്തുണ്ട്. അപ്പോൾ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ ഫുള്ള് കുഴി. ഓക്കെ, റോഡ് മുഴുവൻ കുഴി. അപ്പോൾ ഞാൻ പറയാണ്, അത് ഈ കുഴി കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ചിലപ്പോൾ അതിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ വീഴും, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലാവും. അങ്ങനെ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കുഴികളിനെ കൊണ്ട്. അപ്പം ഞാൻ പറയണം, ഇതെന്തോ റോഡാണ്, ഇവിടെ മുഴുവൻ കുഴികളാണല്ലോ, ഇതൊന്ന് നേരെയാക്കാനും ഇതിന് ചോദ്യം ചോദിക്കാനും ഇതിനെതിരെ പറയാനൊന്നും ഇവിടെ ആരും ഇല്ലേ? ഇവന്മാരൊക്കെ ഉറങ്ങുകയാണോ എന്ന് ഞാൻ ചോദിച്ചാൽ എൻ്റെ ബാക്കിലിരിക്കണവൻ അതിനൊരു മറുപടി പറയാണ്, നീ ആരാണ് ഈ കുഴിൻ്റെ കാര്യമൊക്കെ പറയാൻ? നിനക്ക് എങ്ങനെ ഒരു റോഡ് പണിയാമെന്നറിയോ? എത്ര മെറ്റൽ വേണമെന്നറിയോ? എത്ര ടാർ ഒഴിക്കണം എന്നറിയോ? 100 മീറ്റർ റോഡ് പണിയാൻ നീ ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഈ എടുക്കുകയെന്നറിയോ? ടെൻഡർ വിളിച്ച് എടുക്കുകയെന്നറിയോ? എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയോ? ആർക്കൊക്കെ പൈസ കൊടുക്കണമെന്നറിയോ? നിനക്ക് ഇത് വല്ലതും അറിയണോ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി ഈ കുഴീനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, നീ ഇതൊക്കെ പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ബാക്കി നീ കുറ്റം പറഞ്ഞാൽ മതിയെന്ന് ഈ കുഴികളിനെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കാണാം, ഈ കുഴി ഇവിടെ ഉണ്ട്, ഇതെനിക്കൊരു ബുദ്ധിമുട്ടാണ്, ഇത് ബാക്കിയുള്ളവർക്കെല്ലാം, എനിക്ക് മാത്രമല്ല, ഞാൻ വണ്ടിയിൽ പോകണു, ബാക്കി എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, ഇനി അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് എ ലോജിക് ഈസ് ദാറ്റ്? എനിക്കത് മാത്രം മനസ്സിലാവില്ല. അതായത് ഒന്നും വിമർശിക്കാൻ പറ്റില്ല, വിമർശിച്ചാൽ നമ്മളതിന്
ബ്ലാസ്ഫമി, ഇത് ഇവൻ മറ്റേ ഇൻഫിഡലാണ്, ഇവൻ കാഫിറാണ്, ഇവൻ അവിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അതൊക്കെ ഫസ്റ്റ് പറയണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറച്ച് വാക്കുകളായിരിക്കും പിന്നെ അവർ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഒന്നും കുറ്റം പറയാൻ പറ്റില്ല, ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ടീംസ്, ഇതെന്താണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ടീംസ്, പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഒഫൻഡഡ് ആവും. ഓ ഞങ്ങളുടെ ദൈവത്തിനെ പറയുന്ന ഒഫൻഡാവും. ഇതാണ് ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ. സോ ദേ ആർ ദ മോസ്റ്റ് ഈസി ടാർഗറ്റ് ഐ കുഡ് പിക്ക്. റേജ്മെൻറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നതാ എന്നാൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി ടു. നമ്മൾ ഒരുപാട് ഇരുന്ന് ആലോചിച്ച് ഈ ഒരു പൊളിറ്റിക്കലൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ചരിത്രം അത് ഇത് മാണം കേട്ട ഒക്കെ നോക്കണം. ഇതൊന്നും നോക്കണ്ട. ഇത് ചുമ്മാ എടുത്തിട്ട് ഗൂഗിളോ എന്തെങ്കിലും എടുത്തിട്ട് വാട്ട് ആർ ദ കോൺട്രഡിക്ഷൻസ് ഇൻ ദീസ് റിലീജിയൻസ് അടിച്ചെടുത്ത സംഭവം ഒരു ലോഡ് കിട്ടും. അപ്പോഴും അവരുടെ ആർഗ്യുമെൻറ്റ് തന്നെ ആയിരിക്കും, നിങ്ങൾ ഈ ബുക്കിനെ നിങ്ങൾ ബുക്കായിട്ട് കണ്ട് ബുക്കായിട്ട് വായിച്ച് വരണം എന്നൊക്കെ പറയും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ റിലീജിയസ് ബുക്സ് ചിലവർ പറഞ്ഞ് ഞാൻ എല്ലാ ബുക്കും വായിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം കാണാപ്പാടും അറിയാം, അത് കുറേ പേരുണ്ട്. പിന്നെ ചിലവർ ഞാൻ ഈ ഒരു മതത്തിൽപ്പെട്ട ആൾ, ഞാൻ ഈ ബുക്ക് ഫുൾ വായിച്ച് പഠിച്ച് ഇതിൽ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഇതിൽ എനിക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറ്റുമെന്ന് ചിലവർ പറയും. ബേസിക്കലി മോണിറ്ററി പർപ്പസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ജോലിയായിട്ട്, അല്ലെങ്കിൽ ഇതൊന്നൊരു വരുമാനം കിട്ടുന്നില്ലെങ്കിൽ, ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ നോട്ട് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ട്? അതായത് പൂജാരി എടുത്തോ, പള്ളിയിൽ വെച്ചെടുത്തോ, മറ്റേ തൊപ്പി വെച്ച് നടക്കുന്ന ആൾക്കാരെടുത്തോ, ഇവരെല്ലാവർക്കും ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ റിലീജിയൻ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രസംഗിക്കാൻ പോവുക, പൂജ കഴിക്കാൻ പോവുക, ഇങ്ങനത്തെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് വരുമല്ലോ ഓരോ കാര്യത്തിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മോണിറ്ററി പർപ്പസ് എന്നുള്ള സംഭവം, ഈ പൈസ കിട്ടും, ഈ റിലീജിയൻ പഠിച്ച് ഇത് കാണാപ്പാഠം പഠിച്ച് 20ാമത്തെ പേജിൽ 10ാമത്തെ വാക്യത്തിൽ എന്ത് പറഞ്ഞു ദൈവം എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ല. അവർക്കിതൊക്കെ കാണാപ്പാഠം എന്തുകൊണ്ടാണ് അറിയുന്നത്? അവർക്കിതൊരു പൈസ കിട്ടുന്ന ഒരു കാര്യമാണ്. സെയിം ഗോസ് ടു ദിസ് യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, റിലീജിയസ് ഇൻഫ്ലുവൻസേഴ്സ്. അവർ ഡിബേറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ഫുള്ള് പഠിച്ച്, ഇതൊക്കെ മറ്റേ കാണാപ്പാഠം പഠിച്ച്, ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കൗണ്ടർ ആർഗ്യുമെൻറ്റ് ഇത് പറയണം. പിന്നെ മറ്റേ ഈ കടൽ തടുക്കായി പിളർത്തി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ആർഗ്യുമെൻ്റ് പറയണം എന്നൊക്കെ പറഞ്ഞ് കാണാപ്പാഠം പഠിച്ച് ഈ ബുക്കൊക്കെ മനപ്പാഠമാക്കുന്ന ആൾക്കാർക്ക് ദ മസ്റ്റ് ഹാവ് സം മോണിറ്ററി ബെനിഫിറ്റ്സ്. അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തത് കൊണ്ട്, ഇത് മാത്രം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആക്ച്വലി ലിറ്ററലി അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ഒരുപാട് പേര് വിശ്വാസികളുണ്ടാവും, പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ബുക്കും വായിച്ച് ഇതൊക്കെ മനസ്സിലാക്കി ഇത് മുഴുവൻ ഇതന്നെയാണ് ചിന്ത എന്ന് പറയുന്ന ആൾക്കാർ വളരെ ഓൾമോസ്റ്റ് ഈ പൈസ ബെനിഫിറ്റ് ഇല്ലാത്ത ആൾക്കാർ ഇത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു 30,000 രൂപ ശമ്പളമുള്ള ഒരുത്തൻ, അവന് 50,000 രൂപ ചിലവുണ്ട്, അവനൊരു 10 ഒരു 5 EMI ഉണ്ട് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് രാവിലെ തൊട്ട് 10 മണിക്കൂർ ജോലിയും, അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കുടുംബം നോക്കണം, എല്ലാം നോക്കണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് നിങ്ങൾ പോയി പറയണം ഈ ബുക്ക് വായിച്ച് വളരെ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ചിലപ്പോൾ ആ ബുക്ക് വായിച്ചിട്ട് അതുപോലെ പണ്ഡിതനായിട്ട് അത് വെച്ച് പൈസ എന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി പൈസ ഉണ്ടാക്കിയിട്ട് ആ കടമൊക്കെ ചിലപ്പോൾ വീട്ടുമായിരിക്കും. അല്ലാതെ ഒരു നോർമൽ ഒരാൾക്ക് ഇത് വായിച്ച് മനപ്പാഠമാക്കി വലിയ സംഭവമാക്കിയിട്ട് ആക്ച്വലി ഒന്നും കിട്ടാനുമില്ല. അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് വിശ്വാസികളൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ എല്ലാം വായിച്ച് എല്ലാ ബുക്കും, ഇതാണെങ്കിൽ ഒരു 10-30 ബുക്കുണ്ട്, ഈ 30 ബുക്കും അതിൽ അതും ഇന്ന പറഞ്ഞു ഇത് ഇവ പറഞ്ഞു, അങ്ങനെ വായിച്ചായിട്ട് എനിക്കറിയില്ല. അതിനുള്ള സമയം ആർക്കുമില്ല, എനിക്കും അതിന് സമയമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്.
ഈ കാലമൊക്കെ മാറി. നമുക്കൊരു കാര്യം അറിയണം പറഞ്ഞാൽ ആ ബുക്ക് വായിച്ച് മുഴുവൻ കാണാപ്പാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി, ആർ യു എഫിഷ്യൻ്റ് ഇൻ ദിസ് ഹോളി ബുക്ക്, അത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയോ, ഫുള്ളായിട്ട് കാണാപ്പാട് അറിയോ ചോദിക്കുമ്പോൾ പറയും എനിക്കറിയാം, എന്തുവേണമെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് പറയും. നമ്മൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പണ്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ബുക്കൊക്കെ വായിച്ച് കാണാപ്പാടമാക്കി വന്ന് ഇതിനെ തർക്കിക്കാൻ ആ പോയിന്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ. അപ്പം നിങ്ങൾ ഇതിപ്പോൾ ഒന്നും ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അതിൽ കൗണ്ടർ ആർഗ്യുമെൻറ്റ് വേണം, അതിൻ്റെ ഒരു വേഴ്സ് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അപ്പോൾ അതിലിപ്പോൾ ഈ ബുക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്നത്, ഞാൻ ഇതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഓക്കെ. ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് റിലീജിയസ് പേഴ്സൺ. ലൈക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എനിക്ക് അസൂയാണ് ഈ മറ്റേ ടീംസൊക്കെ കാണുമ്പോൾ. ഈ അലക്സോ കോർണർ എന്ന് പറഞ്ഞൊരു ചങ്ങായുണ്ട്. പുള്ളിയുടെ ഡിബേറ്റും പുള്ളിയുടെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഈ മെയിനായിട്ട് പുള്ളി ബൈബിൾ ഉള്ള ടീംസിനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. അത് അവർ ബൈബിളിനെ ഭയങ്കര സംഭവമാക്കി കാണുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ബൈബിൾ കാണാപ്പാടം അറിയാം, കുറേ കാര്യങ്ങളൊക്കെ അതിലറിയാം. അവരുടെക്കാളും അറിയാം ഈ അലക്സ് ചങ്ങായിക്ക്. ലൈക്ക് ഇവൻ വേറെ പുതിയ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെയല്ലേ, അപ്പോൾ അവർ അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കൗണ്ടർ ചെയ്യും. അതുപോലെ നമ്മുടെ ആരിഫണ്ണൻ്റെ അടുത്ത് ദേഷ്യമുള്ള കുറേ പേരുണ്ടാവും, കാര്യമില്ല. പുള്ളീൻ്റെ അടുത്ത് ഫോം വിളിക്കുന്ന ആൾക്കാർക്ക് പോലും അവരുടെ മതത്തിനെ കൗണ്ടർ ചെയ്യാനുള്ള സംഭവം അവർക്കറിയില്ല. ബട്ട് ഹീ ഈസ് വെരി ഫ്ലുവൻറ്റ് ഇൻ വാട്ട് ഹീ ഈസ് നോട്ട് ബിലീവിങ് ഇൻ. മനസ്സിലായോ? അത് ഈ പുള്ളീൻ്റെ അടുത്ത് തർക്കിക്കാൻ വിളിക്കുന്ന ആൾക്കാർ, ഫോം വിളിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇതിങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല അവർ ഉദ്ദേശിച്ച്, സെയിം ആർഗ്യുമെൻ്റ്, അത് അങ്ങനെയല്ല, കോൺടെക്സ്റ്റ് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൗണ്ടർ ചെയ്യുന്നത്. അവർക്ക് അത് ആക്ച്വലി ദേ ആർ ഫെയിലിംഗ് ഇൻ ദാറ്റ് ഡിബേറ്റ് ബിക്കോസ് ദീസ് പീപ്പിൾ ആർ വെരി ലൈക്ക് ദേ നോ എവറിത്തിങ്. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല, എനിക്കിതൊരു സമയമില്ല. എനിക്ക് ഉള്ള എന്ത് ബുക്ക് വായിച്ചാലും ഞാൻ അപ്പം ഉറങ്ങും. അതപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ബുക്കുകളൊക്കെ വായിച്ചിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം എന്ത് ബുക്ക് വായിക്കാൻ ശ്രമിച്ചാലും ഞാൻ അപ്പം ഉറങ്ങും. ഞാൻ ഈ ഹാരി പോട്ടറും മറ്റേ ബുക്കൊക്കെ വായിച്ചിട്ടുള്ളൂ. ഹാരി പോട്ടർ ദൈവം എന്നെ അനുഗ്രഹിക്കണം. അതായത് കൺസിഡർ യുവർ സെൽഫ് ആസ് എൻ ഏലിയൻ. അല്ലെങ്കിൽ ഇന്നലെ ജനിച്ചൊരു കുട്ടി, ഇതൊന്നും അറിയില്ല, ഒന്നും അറിയാത്തൊരാൾ, ഇന്നലെ ജനിച്ചൊരു കുട്ടി ആയിക്കോട്ടെ, ആ കുട്ടിക്ക് വളർന്നു വന്നു, ഒരു 10 വയസ്സ് ആ സമയമായി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഏലിയൻ വന്നു, ഇന്നലെ ഇറങ്ങിയ ഒരു ഏലിയനാണ്. അപ്പോൾ പുള്ളി വന്ന് നോക്കുമ്പോൾ ഇവിടെ റിലീജിയനും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിയുടെ നാട്ടിൽ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ റിലീജിയൻ, കുറേ സംഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അയാളെ വിളിച്ചിരുത്തി, ഇതാ ഹാരി പോട്ടർ ഇവിടെയുണ്ട്, സ്പൈഡർമാൻ ഇവിടെയുണ്ട്, റിലീജിയസ് ബുക്സൊക്കെ ഇവിടെയുണ്ട്, ഇത് നിങ്ങൾ വായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ വിൽ ഹാവ് ദ സെയിം തോട്ട്സ്. ഇതെല്ലാം വായിക്കുമ്പോൾ കിട്ടുന്നതും ഒരേ സാധനം തന്നെ. കടൽ പിളർത്തുന്നു, നിന്ന നിപ്പിൽ സ്വർഗത്തിലേക്ക് പോകുന്നു, മറ്റേ വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്നു, വൈനുണ്ടാക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ്. അതുപോലെ കയ്യിൽ നിന്ന് മറ്റേ ചെലന്തി വല പോകുന്നു, ഒരു വാൻഡ് എടുത്തിട്ട് മറ്റേ എക്സ്പ്രേ എംഎസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാജിക് പീപ്പിൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനത്തെ അവർക്കൊരു സ്കൂളുണ്ട് അത്രേ, ആ സ്കൂളിൽ 4 ഹൗസ് ഉണ്ട് അത്രേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആ സെയിം റിയാക്ഷൻ ആയിരിക്കും ഇതെല്ലാം വായിക്കുമ്പോൾ കിട്ടുന്നത്, നത്തിങ് മോർ. നിങ്ങൾക്ക് ഇത് ഭയങ്കര സീക്രട്ടാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഇത് ഭയങ്കര സീക്രട്ടാണ്, ഇത് ഭയങ്കര സംഭവമാണെന്ന് ആദ്യം പറയാൻ പറ്റില്ല. ഭയങ്കര സീക്രട്ടാണിത്, ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കുറ്റം പറഞ്ഞാൽ നരകത്തിൽ പോവും. നരകമുണ്ടോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല, നരകത്തിൽ പോവും. നരകത്തിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ എണ്ണയിലിട്ട് KFC ആക്കി എടുക്കും. ഒരിക്കലും ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല, നരകത്തിൽ പോവും. അപ്പോൾ ഇങ്ങനെ പറയാണ്ട് നമുക്ക് ഇതെല്ലാം കൂടി തന്നു കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദ സെയിം റിയാക്ഷൻ, വി വിൽ ഹാവ് ദ സെയിം എഫക്റ്റ് ഓൺ അസ്.
പക്ഷേ ഇത് ഭയങ്കര സംഭവമാണ്, ഇതിന് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതിനൊക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ, ഇത് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സില്ലേ, അത് ബിക്കോസ് ഓഫ് ദാറ്റ് തിങ്, ബിക്കോസ് ഓഫ് നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ മുതിർന്ന പ്രീവിയസ് ജനറേഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവർ ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഹൈപ്പില്ലേ. ചില സിനിമ ഇറങ്ങുമ്പോൾ ഇത് ഭയങ്കര സിനിമ ആയിരിക്കുന്നു പറഞ്ഞിട്ട് പോകുമ്പോൾ അയ്യോ ഇതാണ് ആ സിനിമ എന്ന് തോന്നില്ല. ആ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും ഇവിടെയും. ഭയങ്കര ഹൈപ്പാണ് ഇതിന്. അപ്പോൾ ഹൈപ്പിൽ നമ്മളിത് വരുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്, ഇതിനൊന്നും ചെയ്യരുത്, ഇത് ഈ ഹാരി പോട്ടറും സ്പൈഡർമാൻ പോലെയല്ല, ഇത് വേറെ ഒരു സാധനമാണെന്ന് നമുക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ഇത് കൊടുത്താലും ഏലിൻ്റെ അടുത്ത് കൊടുത്താലും ദേ വിൽ ഹാവ് സെയിം റിയാക്ഷൻ. അതിൽ എതിരഭിപ്രായം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. സെയിം തന്നെയാണ്. ആ കഥകളൊക്കെ കണ്ടാലും ഈ കഥകളൊക്കെ കണ്ടാലും ഇറ്റ്സ് സെയിം. പറഞ്ഞു വന്നത് ഇപ്പോൾ ഇങ്ങനത്തെ എനിക്കും ആഗ്രഹമുണ്ട് ഈ അലക്സ് കോണറിനെ പോലെയും ഈ ആരിഫ് അണ്ണനെ പോലെയും. ആരിഫ് അണ്ണ ഒരു ടീംസ് മാത്രമേ കുറ്റം പറയുള്ളൂ, പക്ഷേ എല്ലാവരുടെയും കുറ്റം പറയണം, ഇങ്ങനെ എല്ലാവരും വിളിച്ച് പോകണം, ഡിബേറ്റിന് പോകണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അലക്സ് കോണറിൻ്റെയൊക്കെ ഡിബേറ്റ് കണ്ടിട്ടുണ്ടല്ലോ, ഗൂസ് ബംസ് വരും. ചങ്ങായി എല്ലാവരുടെ അടുത്ത് മലർത്തിയിട്ട് അടിക്കുകയാണ്. അപ്പോൾ പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മളൊരാളെ തർക്കിക്കുമ്പോൾ ഒരു പോയിൻ്റ് കിട്ടില്ല. പലതും ഓർത്തൊക്കെ വെക്കാൻ നോക്കും, പക്ഷെ ഒരു സാധനം കിട്ടില്ല. പിന്നെ ആ തർക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കക്കൂസി പോയി മൊബൈൽ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പോയിൻ്റ് ഉണ്ടായല്ലോ, പണ്ടാരം പറയാൻ വിട്ടുപോയല്ലോ എന്ന് എനിക്ക് തോന്നുക. സോ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ചാനലിൽ ഇങ്ങനത്തെ ഡിബേറ്റും മറ്റുള്ള പരിപാടിയും ഒന്നും കാണാത്തത്. അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരാളത്ത് പോയി ഡിബേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഈ പോയി കഴിഞ്ഞാൽ ഞാൻ തോക്കും. കാരണം എനിക്ക് ഈ പോയിൻറ്റ്സ് ഒന്നും അപ്പോൾ കറക്റ്റ് സമയത്ത് ഓർമ്മയില്ല. ഇവന്മാർക്കൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ ഓർത്ത് വെക്കുന്നത്? ബിക്കോസ് അവരതിൽ ഭയങ്കര എക്സ്പെർട്ട് ആയതുകൊണ്ടായിരിക്കും അല്ലേ. കാരണം അവർക്കൊക്കെ ബൈബിള് ഭയങ്കര സംഭവമാണ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിനെക്കാളും അറിയാം ഇവന്. അതുപോലെ ഈ കോള് വിളിക്കുന്ന ആൾക്കാരെക്കാളും ഖുറാനിൽ ഓരോ വേഴ്സും അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞതൊക്കെ ആരിഫ് അണ്ണനെ അറിയാം. സോ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. അത് അവരുടെ ഒരു സ്റ്റൈല്. നമ്മളിപ്പോൾ അധികമൊന്നും പോകില്ല, നമ്മൾ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഐ ആം നോട്ട് ആൻ എക്സ്പെർട്ട്. സോ ദിസ് ഈസ് ഇറ്റ്. ഇതാണ് ഒരു ഇൻട്രോ. എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യമുണ്ട്, വാട്ട് ഈസ് മൈ ബിലീഫ്. സോ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ലൈക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു വാട്ട് ഈസ് മൈ ബിലീഫ് സിസ്റ്റം എന്ന് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ ആൾക്കാരുണ്ടല്ലോ, ഈ പഴയ ആൾക്കാർ ഏതോ ഭാഷയിൽ എഴുതി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനിപ്പോൾ ഒരു 10-15 അവനെ റിവൈസ് ചെയ്ത് അത് ഇപ്പോഴും അതന്നെ വിശ്വസിച്ചോ ഇത് പണ്ടത്തെ ആൾക്കാർ ഭയങ്കര സംഭവമാണ്. പണ്ടത്തെ ആൾക്കാർ ആക്ച്വലി കൈൻഡ് ഓഫ് മണ്ടന്മാരാണ്. ദേ ഡോണ്ട് നോ എനിത്തിങ്. ദേ ഡോണ്ട് ഹാവ് ദ ടെക്നോളജി. ദേ ഡോണ്ട് ഹാവ് എനിത്തിങ്. ഓക്കെ, അങ്ങനത്തുള്ള ആൾക്കാർ എഴുതി വെച്ച സംഭവങ്ങൾ നമ്മളിത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇത് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എക്സാമ്പിൾ വൊക്കാബുലറി. നിങ്ങളൊരു 10 കൊല്ലം മുന്നേ എടുക്കുകയാണ്, ഓക്കെ, അന്ന് സംസാരിക്കുന്ന ഒരു രീതി വ്യത്യാസമായിരിക്കും. ഇന്ന് കുറച്ച് പുതിയ വാക്കുകളും ഈ ജെൻസി ടേംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴല്ലേ വന്നത്. അതൊരു 10 കൊല്ലം മുന്നേ ഇല്ല. അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന പോലത്തെ അന്ന് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ WL ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ല ഏത് എല്ല്, പട്ടിൻ്റെ എല്ല, കോഴിൻ്റെ എല്ല, അത് ചോദിക്കും. മനസ്സിലായ? അത് അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങളത് ആലോചിച്ചോ. ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവരെന്തോ എഴുതി വെച്ചു, അതിനെയും വിശ്വസിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ 21st സെഞ്ച്വറിയിൽ ഇരിക്കുമ്പോൾ ഹൗ ആർ വി ജസ്റ്റിഫൈങ് ദാറ്റ്? അവരെന്തോ എഴുതി വെച്ചു, ആ സംഭവമേ ആയിരിക്കില്ല ഇപ്പം നമ്മളതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഇല്ലാത്ത അർത്ഥമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതങ്ങനെ ആയിരിക്കാം, ഇതിങ്ങനെയാണ്, ഈ കോണ്ടെക്സ്റ്റ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ആക്ച്വലി അവരുദ്ദേശിച്ച കാര്യമേ ആയിരിക്കില്ല. പക്ഷെ ഇവർ സമ്മതിക്കില്ല.
പക്ഷെ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, 10 വേണ്ട, ഒരു 50 കൊല്ലം മുന്നേ മലയാളം സംസാരിക്കുന്ന പോലെയാണോ ഇപ്പോൾ സംസാരിക്കുന്നത്? അല്ല. അത് ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷിൻ്റെ വാക്കുകളും കുറേ ഇംഗ്ലീഷ് പുതിയ വാക്കുകളും വന്നു, പുതിയ കുറേ സാധനങ്ങൾ വന്നു. മൊബൈൽ 50 വർഷം മുന്നേ നമ്മളെങ്ങനെ മലയാളത്തിൽ പറയാം? ഇല്ല, അങ്ങനൊരു സാധനം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അതിന് മലയാളം ഉണ്ട്? ഇല്ലാത്ത സാധനത്തിന് മലയാളം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മലയാളം ഉണ്ടോ? ഇല്ല, പണ്ടില്ല. കാരണം അങ്ങനൊരു സാധനം ഇല്ലല്ലോ, ഇപ്പം അല്ലേ വന്നുള്ളൂ. സോ അതന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ എഴുതി വെച്ച സാധനങ്ങൾ ഒന്നും ഇപ്പോഴും ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പണ്ടത്തെ ആൾക്കാർ മണ്ടന്മാരാണ് പറഞ്ഞത്. ഈ പണ്ട് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ, അവരുടെ ഈ എക്സ്പോഷർ ടു ദി വേൾഡ് ആണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മണ്ടന്മാർ പറഞ്ഞാൽ അങ്ങനത്തെ അതിൽ ബുദ്ധിമാന്മാരുണ്ട്. ബുദ്ധിമാന്മാർ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കാൻ അവർക്ക് അന്ന് തോന്നിയത്. ഡെഫിനറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഭൂമി ഇന്ന വർഷം തകരും, മറ്റേ മെസ്സയ്യ വരും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ 2035 മെസ്സയ്യ വരും എന്നല്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. വരും, എപ്പോൾ വരും? അടുത്ത തിങ്കളാഴ്ച വരും. ആ ടീംസ് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വരും, എന്ത് സംഭവിക്കും, എപ്പോൾ ഭൂമി ഇല്ലാതാവും, എപ്പോൾ മറ്റേ ഓരോ കാര്യങ്ങൾ, ഈ പ്രവചനം എപ്പോഴൊക്കെ നടക്കും എന്നൊന്നും എഴുതി വെച്ചിട്ടുമില്ല. അതിനെക്കുറിച്ചൊന്നും പറയണമില്ല. അപ്പോൾ എന്താണ്, അന്ന് ഏതോ ഒരു വിവരമുള്ള എടുത്തിട്ടുണ്ട്, അവന് തോന്നിയോ ഇങ്ങനെ കടങ്കഥ പോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് എത്ര കൊല്ലം വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോകും എന്ന് ഏതോ ഒരുത്തരും തോന്നി. അല്ലെങ്കിൽ ചിലപ്പോൾ അവന് വല്ല പൊട്ടത്തരം കൊണ്ട് എഴുതി വെച്ചായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ദാറ്റ് വർക്ക്സ്. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വേൾഡിൽ ഇപ്പോൾ റിലീജിയൻ ഉള്ളത്. അന്ന് അവൻ അങ്ങനെ എഴുതി വെച്ചതുകൊണ്ടാണ്. ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് തീർന്നു. ഓക്കെ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ റിലീജിയൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വാലിഡിറ്റി ആൾക്കാരുണ്ട് എന്ന് ആർഗ്യൂ ചെയ്യുന്നതേ അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് വെരി സിമ്പിൾ. സോ മൈ ബിലീവ് സിസ്റ്റം ഈസ് ഐ ആം ബോർഡ്. എനിക്ക് മതിയായി ഈ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞതൊന്നും കേൾക്കുക എനിക്ക് വല്ല താല്പര്യമില്ല. ഞാൻ അതിന് പുതിയതായിട്ടുള്ള വല്ല റിലീജിയൻ ഉണ്ടെങ്കിൽ അത് വല്ലതും നോക്കാം. അതായത് നമുക്ക് തന്നെ റിലീജിയൻ ഉണ്ടാക്കാം. ഞാനത് ആലോചിക്കുന്നുണ്ട്. ഒരു ഡിസ്കോഡ് സെർവർ തുടങ്ങിയിട്ട് അതിലൊരു റിലീജിയൻ എല്ലാം വോട്ടൊക്കെ ചെയ്ത് തീരുമാനങ്ങളൊക്കെ വോട്ട് ചെയ്ത് സ്ത്രീകൾക്ക് ഈക്വാലിറ്റി കൊടുക്കണോ, ഏത് മതവും കൊടുക്കുന്നില്ല. എവറി റിലീജിയൻ കൺസിഡേഴ്സ് വുമൺ ആസ് എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ, അല്ലെങ്കിൽ ഒരു അടിച്ചമർത്താനാണ് എല്ലാവരും നോക്കുന്നത്. സോ അതുപോലെ എല്ലാ റിലീജിയനും ചെയ്ത പോലെ തന്നെ ചെയ്യണോ, അതോ ഈക്വാലിറ്റി കൊടുക്കണോ എന്ന് ഒരു വോട്ടിടും. അപ്പോൾ എല്ലാവരും വരും. അതിൽ ചിലപ്പോൾ മുഴുവൻ ആണുങ്ങളായിരിക്കും, ബട്ട് ഡസൻറ്റ് മാറ്റർ, വോട്ട് ചെയ്താൽ കഴിഞ്ഞു. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, സോ പഴയ മതങ്ങളും പഴയ ഈ സമ്പ്രദായങ്ങളും ഇതൊക്കെ മാറ്റേണ്ട സമയം എന്നോ ആയി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ആയിരിക്കണം. എവറി 100 ഇയേഴ്സോ അല്ലെങ്കിൽ എവറി ഒരു 200 ഇയേഴ്സോ എന്തെങ്കിലും ഒരു കൊല്ലം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇത് പല ബിലീഫ് സിസ്റ്റത്തിൽ കൂടെ കടന്നു വന്നിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അന്ന് ഇവർ കുറേ തവണ മാറ്റി എഴുതിയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറേ വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ആ ഖുറാൻ, ഈ ഖുറാൻ എന്ന് പറഞ്ഞിട്ട് കുറേ ബുക്കുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ എല്ലാവരും കുറച്ച് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇത് ഒരു അറ്റ്ലീസ്റ്റ് അപ്ഡേറ്റ് എങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ഇന്നത്തെ കാലത്തിന് പറ്റിയ കുറേ സാധനങ്ങളാണല്ലോ ഇത് എന്ന് നമുക്ക് ആർഗ്യൂ എങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഈ പണ്ട് ആയിരക്കണക്കിന് വർഷം മുന്നേ ഇങ്ങനെയാണ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നതിൽ വാട്ട് കൈൻഡ് ഓഫ് ലോജിക് ഈസ് ദാറ്റ്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഓപ്പർച്യൂണിറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മതം ഓൾറെഡി ഉണ്ടോ എന്നറിയില്ല, കോപ്പിറൈറ്റ് എടുത്ത് വയ്ക്കാം. അങ്ങനത്തെ ഒരു മതമാണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കേണ്ടത്. അതായത് പരീക്ഷയ്ക്ക് പോവുക, പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവമേ ആൻസർ പേപ്പർ ഈസിയാക്കി തരണേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കും. പരീക്ഷ എഴുതി കഴിഞ്ഞ് ബെല്ലടിച്ച് അപ്പോൾ കഴിഞ്ഞു, പിന്നെ പ്രാർത്ഥിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. സോ നിങ്ങൾ മറ്റേ നരകം,
സ്വർഗം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യില്ല. പുതിയ റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്, നമ്മളതിന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങളൊരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാം. പ്ലെയിൻ ടേക്ക് ഓഫ്, അയ്യോ ദൈവമേ ഈ പ്ലെയിനെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ എത്തിക്കണേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. താഴെ എത്തിയാൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്റ്റോറി ഇടാം. മറ്റേ ഏത്തീസ്റ്റ് സ്റ്റോറി ഇടാം. 2 സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ബാക്ക് ടു നോർമലായി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കാം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് മെയിലിംഗ് ഇല്ല, ഇന്നത് കഴിച്ചാൽ നിങ്ങളിങ്ങനെ ആവുള്ളൂ, അതൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുമ്പോൾ നിങ്ങൾ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ബേസിക്കലി നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, ഫ്രീ. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുക. മറ്റേ ഈ ഇന്ന ദിവസം അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ദൈവം എല്ലാവിടെയും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കോപ്പി അടിക്കാം. ദൈവം എല്ലാവിടെയും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എവിടേക്കും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയുള്ളൊരു റിലീജിയനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർ സംഭാവന, പൈസ മേടിക്കും കേട്ടോ, പൈസ മേടിക്കാനൊരു കളി, പൈസ മേടിക്കാണ്ട് അത് റിലീജിയൻ ആവില്ല. പൈസയൊക്കെ നമുക്ക് വലിയൊരു ഇതിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ പീപ്പിൾ വിൽ ബി ഫ്രീ. നമുക്ക് ആ ഒരു ബേർഡൻ ഇല്ല. ഓ എന്ത് വിചാരിക്കും, അയ്യോ ഞാനിങ്ങനെ ചെയ്താൽ എന്ത് വിചാരിക്കും, എന്ത് തോന്നുന്ന ദിവസം വരെ ചെയ്തോ. നിങ്ങളുടെ മൊറാലിറ്റി, നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതൊക്കെ ചെയ്തോ. അതിൻ്റെ കോൺസിക്വൻസസ് വന്ന് നിങ്ങൾ അനുഭവിച്ചോ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസിക്വൻസസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആക്ഷൻസിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസിക്വൻസസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ അനുഭവിച്ചോ. അപ്പോൾ അതിന്ന് രക്ഷപ്പെടാൻ വേണമെങ്കിൽ ദൈവത്തിനെ വിളിച്ചോ. സിമ്പിൾ റിലീജിയൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ബുക്ക് എഴുതാനൊന്നും വയ്യ, ഉറക്കം വരിക പറഞ്ഞില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ChatGPT കൊണ്ട് തന്നെ എഴുതിപ്പിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീമിയം പ്ലാൻ എടുത്തിട്ട് റൈറ്റ് മീ എ റിലീജിയൻ വിത്ത് ഓൾ ദീസ് തിങ്സ് കൊണ്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഡിസ്കോഡിൽ അങ്ങോട്ട് പരിപാടി തുടങ്ങാം. ദൈവം ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുക. മറ്റേ പീറ്റർ തീയിലും മറ്റേ ഇലോൺ മസ്ക് ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതായത് ദൈവത്തിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ദൈവത്തിനോട് നേരിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. അതിനൊരു പൂജാരി ഉണ്ട്, അതിന് പള്ളിയിൽ അച്ഛനുണ്ട്, അല്ലെങ്കിൽ മറ്റേ മുസ്ലിം പള്ളിയിൽ അതിന് വേറെ ആളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു മിഡിൽ മാൻ ഉണ്ട്. നമുക്ക് വേണ്ട, മിഡിൽ മാൻ വേണ്ട, ഗോഡ് മാൻ. എല്ലാവരും എനിക്ക് പൈസ താ, ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം, അത് വേണ്ട. അല്ലെങ്കിൽ എനിക്ക് ദൈവ വെളിപാടുണ്ടായി, ഞാൻ ദൈവത്തിനോട് സംസാരിച്ചു, എൻ്റെ അടുത്ത് ദൈവം അത് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യും, 10 കമാൻഡ്മെൻറ്റ്സ്, നിങ്ങൾ ഇന്ന 10 കാര്യങ്ങൾ ചെയ്യുന്നവന്നിട്ട് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാളുടെ അടുത്ത്. നമ്മളെ ദൈവം എല്ലാവരുടെ അടുത്ത് സംസാരിക്കും. ഒരു ആപ്പായിരിക്കും മൊബൈലിൽ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ദൈവമേ ഞാൻ ഇന്നത് ചെയ്താൽ മതിയോ, ഞാൻ ഏതൊക്കെ സിലബസ് പഠിക്കണം, നാളെ എക്സാമാണ് ദൈവമേ പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ ദൈവം നാളേക്ക്, കാരണം ദൈവത്തിനെല്ലാം അറിയാമല്ലോ. അപ്പോൾ നാളെ എക്സാമിനുള്ള ടോപ്പിക്സ്, മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ദൈവം പറഞ്ഞു തരും. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാവരും യൂസ് ചെയ്യാം. ദൈവമേ ഈ ട്രെയിൻ സമയത്തിന് എത്തുമോ ദൈവമേ ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ദൈവം പറയും ഇല്ല, ദൈവത്തിനെല്ലാം അറിയാം, എല്ലാം ദൈവമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവം പറയും ഇല്ല മോനെ, ഇത് ഒരു 20 മിനിറ്റ് ലേറ്റ് ആവും, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ട്രെയിൻ നിങ്ങൾ ഇപ്പോൾ കയറേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ദൈവമേ ഞാൻ സിനിമയ്ക്ക് പോകാൻ, ദൈവമേ പരസ്യം ഉണ്ടാവുമോ, ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് എത്തുക, പരസ്യം ഉണ്ടാവുമോ. അപ്പോൾ ദൈവം പറയും പേടിക്കേണ്ട മോനെ, PVRലാണ് നീ പോകുന്നത്, 25 മിനിറ്റ് പരസ്യമുണ്ട്, പേടിക്കേ വേണ്ട, മെല്ലെ പോപ്കോണൊക്കെ മേടിച്ച് മൂത്രമൊക്കെ ഒഴിച്ച് വന്നാൽ മതി എന്ന് പറയും. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കാം, ഒരു മിഡിൽ മാനും ഇല്ല, ഒന്നുമില്ല. വേണമെങ്കിൽ ആപ്പിനൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് വയ്ക്കാം. പൈസ ഇടപാടില്ലാണ്ട് റിലീജിയൻ ആവില്ല. ഓക്കെ, നത്തിങ് ഈസ് ഫ്രീ. ഓക്കെ, അത് എവിടെ ആയാലും നത്തിങ് ഈസ് ഫ്രീ. ഓക്കെ, ആപ്പൊക്കെ റൺ ചെയ്യാൻ നല്ല ചിലവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൻസേഴ്സ് കിട്ടുമല്ലോ. ദൈവം പീറ്റർ തീലിൻ്റെ അടുത്തൊന്ന് പിച്ച് ചെയ്യണം. സോ
അതാണ് എൻ്റെ ബിലീഫ് സിസ്റ്റം. ഇനി ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, ചോദിക്കൊന്നുമല്ല. പിന്നെ നമ്മളൊരാൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ കളിയാക്കണോ അല്ലെങ്കിൽ അയാളുടെ കുറ്റം പറയണോ, അല്ലെങ്കിൽ ഒരാൾ ഏത്തിയസ്റ്റാണ്, അയ്യോ ഇവനെന്തോ ഒന്നിലും വിശ്വസിക്കുന്നില്ലേ, പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, എനിക്ക് വല്ല വിവരമുണ്ടോ, ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ കളിയാക്കോ അല്ലെങ്കിൽ വിശ്വാസിനെ കളിയാക്കോ അല്ലെങ്കിൽ അവിശ്വാസിനെ കളിയാക്കോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ലേബൽ കൊടുക്കണതിൻ്റെ ഒരു ആവശ്യമില്ല. അതിൻ്റെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇമാജിൻ ഹോസ്പിറ്റൽ സീൻ. ഹോസ്പിറ്റലിലാണ്, ICUവിൻ്റെ മുന്നിലാണ്, അവിടെ കുറേ ചെയറൊക്കെ ഇട്ടുണ്ടാവില്ല, അവിടെയാണ് നിങ്ങൾ ഇരിക്കുന്ന വെച്ചു. രണ്ടാൾക്കാർ എക്സും വൈയും. പേര് പറയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറഞ്ഞാൽ പറയും, ഓ ഈ ആ മതത്തിലുള്ള ഈ മതത്തിൽ പറഞ്ഞ അങ്ങനെ എന്നൊക്കെ പറയാൻ തുടങ്ങും. കുറേ മരുമാരുണ്ട്. അപ്പോൾ എക്സും വൈയും എടുത്തോ. എക്സും വൈ കേട്ടോ, രണ്ടാൾക്കാർ ഹോസ്പിറ്റലിന് മുന്നിൽ ICUവിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. രണ്ടുപേരുടെയും ഒരു പ്രിയപ്പെട്ട ലൗഡ് വൺ ICUവിലാണ്. ഓക്കെ, ഇപ്പോൾ അച്ഛൻ, രണ്ടുപേരും അച്ഛന്മാർ ICUവിലാണ്, ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും അസുഖം വന്നാൽ ICUവിലാണ്. എക്സും പ്രാർത്ഥിക്കുന്നു, വൈയും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ അച്ഛനെ നല്ല രീതിയിൽ രക്ഷിക്കണേ, ഈ അസുഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണേ, ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അച്ഛൻ സുഖമായിട്ട് വരണേ, ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ സാധിക്കണേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, എക്സിൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടു. ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്ത്, ഡോക്ടറിനല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്ത് രക്ഷിച്ചു. വൈൻ്റെ പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്ന ഇടയിൽ അച്ഛൻ മരിച്ചു. ഓക്കെ, അപ്പോൾ വൈ വിചാരിക്കുകയാണ്, ഓ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു, അപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ അച്ഛനെ ദൈവം രക്ഷിച്ചു വിചാരിക്കണം. സെയിം അവസ്ഥ വൈ എന്ത് വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവമുണ്ടോ, ഞാൻ ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം പോലും വന്നില്ലല്ലോ, സോ ശരിക്കും ദൈവം ഉണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമോ എന്ന് വൈ വിചാരിക്കും. സോ വാട്ട് ഈസ് ഹിയർ ഹാപ്പനിങ്, അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു ഹോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒരു വിശ്വാസിയാവുന്നത് അവിശ്വാസിയാവുന്നത് ഇറ്റ്സ് സബ്ജക്റ്റീവ്. അതായത് ഓരോ ആൾക്കാരിനും അനുസരിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ എക്സിൻ്റെ അടുത്ത് പോയിട്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. അവൻ പറയും, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് അനുഭവമുണ്ട്, ഇതാ എൻ്റെ അച്ഛൻ, ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 50-50 ചാൻസേ ഉള്ളൂ, അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അപ്പോൾ എനിക്ക് ദൈവം അത് തന്നു എന്ന് പറയും. ഇതേ ആർഗ്യുമെൻ്റ് നിങ്ങൾ വൈൻ്റെ അടുത്ത് പോയിട്ട് ദൈവം ഉണ്ട് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ പറയും, എവിടെ ദൈവം, ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഒരു ദൈവം എന്നെ തിരിഞ്ഞു നോക്കിയില്ല, ഇത് ദൈവവും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് വൈ പറയും. സോ ആ സംഭവം മനസ്സിലാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ജീവിത അനുഭവം കൊണ്ടാണ് നമ്മളൊരു വിശ്വാസിയും അവിശ്വാസിയും ആവുന്നത്. സോ ദാറ്റ് ഡസൻറ്റ് മീൻ വൺ ഗൈ ഈസ് സുപ്പീരിയർ, വൺ ഗൈ ഈസ് താഴെ ഓഫ് ദ അതർ വൺ. ആ ഒരു സംഭവമില്ലേ, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യമേ ഇല്ല. ഇപ്പം ഇങ്ങനെ കേസുകളുണ്ട്. ഇങ്ങനെയും ആൾക്കാർ ഏത്തിയസ്റ്റും ആവുന്നുണ്ട്, റാഷണലിറ്റി ചിന്തിക്കുന്ന ആൾക്കാരാവുന്നുണ്ട്, അതേപോലെ വിശ്വാസികളാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇത് നമുക്ക് ഇവരൊക്കെ മോശക്കാരാണ് അങ്ങനെ ഒരു പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതെല്ലാം സബ്ജക്റ്റീവാണ്. ഇപ്പോൾ നല്ലൊരു വിശ്വാസി, അവന് ഒരു നാളെ ഒരു ശരിയായൊരു പണി കിട്ടി, അവൻ കുറേ ദൈവത്തിനെ വിളിച്ചു, ഒന്നും നടന്നില്ല, അവൻ്റെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒരു ചിന്ത വരും, എന്താ അത്, ദൈവമൊക്കെ എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുക, അപ്പോൾ ദൈവമൊക്കെ ഉണ്ടോ, ഞാൻ വിളിച്ചിട്ട് എന്താ ആരും വിളി കേൾക്കാത്തത് എന്ന് പറയുന്ന സഫറിങ് ഉണ്ടല്ലോ,
അപ്പോഴും ഈ മറ്റേ തലമൂത്ത മറ്റേ ഇത് ഞാൻ പറയുന്നത് ഈ കുറച്ച് വിവരമുള്ള മറ്റേ നോർമൽ ആൾക്കാരുടെ കാര്യമാണ്. തലമൂത്ത കുറവന്മാരുണ്ട്, അവന്മാർ ഒരു സഫറിങ് ഈസ് സെൻഡ് ബൈ ഗോഡ്, ദൈവമാണ് ഈ സഫറിങ് എനിക്ക് തരുന്നത്, ബിക്കോസ് അത് എന്നെ ശക്തനാക്കുന്ന ആളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവന്മാരോട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് പറഞ്ഞാലും അവർ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ദൈവം തന്നതാണ്, അങ്ങനെയാണ്, ഇതൊക്കെ ഒരു വരമാണ്, ഈ സഫറിങ് ഒക്കെ എൻ്റെ അച്ഛൻ മരിച്ചത് ആക്ച്വലി ഒരു വരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് വേറെ ടീംസ്, അത് XYZ അങ്ങനെ പറയുന്ന ഒരുത്തരാണ്. അവൻ നമുക്ക് ഒഴിവാക്കാം. അവന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവന് ഈ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലാത്ത ടീംസാണ്. പോക്ക് കേസ് പറയില്ല, അതാണ് ഒരു കാര്യമില്ല. അപ്പോൾ ഈ റിലീജിയൻ എവിടെയാണ് പ്രശ്നമാവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദർ ഈസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബി എ പാർട്ട് ഓഫ് എ റിലീജിയൻ, അല്ലെങ്കിൽ ദൈവത്തിനെ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിനോട് നമുക്ക് ഒരു അടുപ്പം, ഒരു വിശ്വാസം വേണമെങ്കിൽ, നിങ്ങൾ ഇന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പാലിക്കണം. ഇന്നതേ കഴിക്കാൻ പറ്റുള്ളൂ, ഓക്കെ, ഇന്ന ദിവസം തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ അമ്പലത്തിലും പള്ളിയിലും പോകണം, എന്നാലേ ദൈവം നിങ്ങൾക്ക് ഇത് തരുള്ളൂ. ഈ കഴിക്കാൻ പറ്റണമെന്ന് എൻ്റെ അത്ര കോമഡി വേറെ ഒരു സാധനമില്ല. ദൈവം ഉണ്ടാക്കിയ എല്ലാം ദൈവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗാലക്സി, സ്റ്റാർ, മിൽക്കി വേ, ഈ ഒരു വേറെയും കുറേ ഗാലക്സി ഉണ്ടെന്ന് പറയണു. അപ്പോൾ ആ ഗാലക്സി, പിന്നെ പ്ലാനറ്റ്സ്, സൂര്യൻ, ഇതെല്ലാം ഉണ്ടാക്കിയ ആൾ, നിങ്ങൾ ബീഫോ പോർക്കോ കഴിച്ചാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. ആ പുള്ളി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ കഴിക്കണമെന്ന് നോക്കിയിട്ട് മേലിരിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എൻ്റെ ആശാനെ, ഇമാതിരി ഒരു തോന്നിയവാസമായിട്ടുള്ളൊരു ലോജിക്ക് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ പറയണു ഈ ലോകവും ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാൻ പോർക്ക് കഴിച്ചോ, ഞാൻ ബീഫ് കഴിച്ചാലോ എൻ്റെ ദൈവത്തിന് ഇത് നോക്കും, ദൈവം ഇത് നോക്കിയിട്ട് എന്നെ ശിക്ഷിക്കും, എന്നെ നരകത്തിൽ കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു ലോജിക്ക് ഉണ്ടല്ലോ. എന്ത് ലോജിക്കാണിത്? ലോജിക്കും ഈ മറ്റേ റിലീജിയനായിട്ട് ചേരില്ല. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മിനിറ്റ് ആലോചിക്ക്. പുള്ളിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് വന്ന് നോക്കാനാണ് അവിടെ കാര്യം. അവിടെ മറ്റേ സൂര്യൻ അത് ചെയ്യണു, സൂര്യൻ കറങ്ങണു, അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ പ്ലേറ്റിൽ എന്താണെന്ന് നോക്കാനാണ് ദൈവം ഇരിക്കുന്നത്. അതാണ് ഈ റിലീജിയന് ദൈവമായിട്ടുള്ള വ്യത്യാസം മെയിനായിട്ട്. ഈ റിലീജിയൻ മാൻമെയ്ഡുള്ള ആൾക്കാരാണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നത്. അത് ഇന്ന ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അവിടെ ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന പോകണം, അവിടെ പോകണം, ഇന്ന ആളിൽ ഇന്ന പോലെ പെരുമാറണം, താഴ്ന്ന ജാതിക്കാരനെ അങ്ങനെ പറയണം, ഇവരിന് ഇങ്ങനെ പറയണം എന്നൊക്കെ പറയുന്ന ഈ ഒരു മൊത്തം ഈ റൂൾസ് സിസ്റ്റം ഇല്ലേ, അതുണ്ടാക്കിയതാണ് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ. ദൈവം ഉണ്ടാക്കിയതല്ലത്. അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ എന്ത് ഡ്രസ്സ് ഇടണം, പർദ്ദ ഇടണോ, പർദ്ദ ഇടണ്ടേ, ഇന്ന പോലെ ഡ്രസ്സ് ഇട്, അങ്ങനെ ഡ്രസ്സ് ചെയ്യ്, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യ്. ഡാൻസ്, സ്കൂളിൽ ഡാൻസ് കളിക്കാൻ പാടില്ല. ഡാൻസ് കളിച്ചാൽ ദൈവം അവിടെ മറ്റേ മിൽക്കി വേയിൽ അവിടെ അവർ കറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നം നോക്കാൻ പോവോ, നിങ്ങളിവിടെ സ്കൂളിൽ ഡാൻസ് കളിച്ച പ്രശ്നം നോക്കാൻ പോവും? അറിയില്ല അതൊന്നും. പിന്നെ ഏത് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യണം? ദൈവത്തിൻ്റെ പേരിൽ പാർട്ടി വരെയുണ്ട്. മുസ്ലിം ലീഗ്, അവിടെ BJP, RSS. അപ്പം നിങ്ങൾ ഇന്ന ദൈവത്തിന് വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ പാർട്ടിക്ക് വോട്ട് തരണം. നിങ്ങൾ വേറെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ പേരിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വരെയായി. നിങ്ങൾ ഒരു ആലോചിച്ച് നോക്ക്. അവർ ബുക്ക് എഴുതി വിട്ട് പിന്നെ അത് വന്ന് അവസാനം പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് വരെ എത്തി. ഇതെല്ലാം നിങ്ങളെ പറ്റിക്കാനും ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരിനെ മണ്ടന്മാരാക്കി അവരിനെ ചൂഷണം ചെയ്ത് അവരിനെ പറ്റിച്ച് ആ വോട്ടൊക്കെ മേടിക്കാനാണ് എന്ന്
വേറൊരാൾ പറഞ്ഞു തരണം, അല്ലാണ്ട് ഇവർക്ക് അറിയില്ല. കാരണം ദേ ആർ ഇൻ ദാറ്റ് ലൂപ്പ്. അവരാ ലൂപ്പിൽ പെട്ടിരിക്കണം. അവർക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. അവർക്ക് ഇതിനെതിരെ പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞാൽ കഴിഞ്ഞു, നരകത്തിലായി. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ റിലീജിയൻ്റെ കാര്യം വരുന്നത്. നിങ്ങൾക്ക് ഏത് പാർട്ടിക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം, ഏത് പാർട്ടിക്ക് വേണമെങ്കിൽ പോവാം, കുഴപ്പമില്ല. BJPക്കോ കോൺഗ്രസ്സിനോ എവിടേക്ക് വേണമെങ്കിൽ പോവാം, നോ ഇഷ്യൂസ്. കമ്മ്യൂണിസ്റ്റോ എന്തും അറിയായിരിക്കും, ആരും ചോദ്യമില്ല, പറയൂല. സംഭാവന മറ്റേ ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ മാത്രം കൃത്യമായിട്ട് തരണം. സബ്സ്ക്രിപ്ഷൻ ഒരു ദിവസം മുടങ്ങിയ എല്ലാവരും അന്നോട്ട് നിങ്ങൾക്ക് മറ്റേ കഷ്ടകാലത്തിൻ്റെ ഇത് ഓണാക്കും. പിന്നെ നിങ്ങൾക്ക് ഫുള്ള് കഷ്ടകാലമായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്താലും നിങ്ങൾ ഗതി പിടിക്കില്ല. സബ്സ്ക്രിപ്ഷൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പോകും, കഴിഞ്ഞു. അപ്പം തൊട്ട് പിന്നെ എല്ലാം പീസ്ഫുള്ളാവും. അതാണ് നമ്മുടെ റിലീജിയൻ. അപ്പോൾ ഇതൊന്നും ചെയ്യുന്നത് ദൈവമല്ല. ഇതിപ്പോൾ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയതൊക്കെ മനുഷ്യന്മാരാണ്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ നിങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഇന്നത് കഴിക്കാൻ പറ്റുള്ളൂ, ഇന്നത് കഴിക്കരുത്, നിങ്ങൾ ഇന്ന ദിവസം ഇവിടെ പോകണം, പ്രാർത്ഥിക്കണം, ഇന്ന ദിവസം ഇത് ചെയ്യണം, ഇന്ന ദിവസം നിങ്ങൾ ഹോമം ചെയ്യണം, നിങ്ങൾ ഇന്ന ദിവസം പൈസക്കാർ ഇവർക്ക് എന്താണ് ദക്ഷിണ കൊടുക്കണം, ഇത്ര ദക്ഷിണ കൊടുക്കണം. ഈ മൊത്തം കാര്യങ്ങളുണ്ടല്ലോ, ഈ റൂൾസ് മൊത്തം മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അത് വേറൊരാൾ ഉണ്ടാക്കിയ ഒരു റൂള് നമ്മൾ ഈ ആയിരക്കണക്കിന് വർഷം പാലിക്കേണ്ട ഒരാവശ്യമില്ല. അതിന് നിങ്ങൾക്ക് റാഷണൽ തിങ്കേഴ്സ്, എത്തീസ്റ്റ് എന്നൊക്കെ പറയേണ്ട ആവശ്യമേ ഇല്ല. അത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ആയിരുന്നു ആലോചിച്ചാൽ മതി. അവരിനെ ഇങ്ങനെ പറയുന്നവരിനെ ഇവർ ഞങ്ങളിലൊക്കെ മറ്റേതാക്കാൻ വന്നാണ് എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. ആലോചിച്ചാൽ കിട്ടും. മെയിൻ സംഭവം ഈ പൊളിറ്റിക്കൽ പാർട്ടീസോ ആയാലും ഈ മതത്തിൻ്റെതായാലും ഇവരൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ ചെയ്താൽ പൊളിറ്റിക്കൽ പാർട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ ആൻറ്റി നാഷണലായി. ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ സ്ട്രെയിറ്റ് ടിക്കറ്റ് ടു നരകത്തിൽ പോയി നീക്കം അനുഭവിക്കണം. നരകത്തിൽ ആരാ ഇരിക്കുന്നത്? ഡെവിൾക്ക് ആരിനെ കൂടുതൽ ഇഷ്ടം? ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ ഈവിളായിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർ നേരെ നരകത്തിൽ പോകുന്നു. അപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഡെവിളിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് നരകത്തിൽ പോകുന്നത്, ബൈ ദാറ്റ് ലോജിക് അല്ലേ. നല്ല ആൾക്കാർ ഹെവനിൽ പോകുന്നു, ശരി, നല്ല കാര്യം. മോശം ആൾക്കാരാണ് നരകത്തിൽ പോകുന്നത്. നരകത്തിൽ ദൈവമല്ലല്ലോ, നരകത്തിൽ മറ്റേ സാത്താനും മറ്റേ ആ ടീംസല്ലേ ഇരിക്കുന്നത്. ലൂസിഫറൊക്കെ അല്ല അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തുള്ള ആൾക്കാരിൽ ഇഷ്ടം. സോ അവരിനെ ഉപദ്രവിക്കുമോ? അവർക്ക് മറ്റേ രാജകീയ വരവേൽപ്പല്ല നൽകുക. അവിടെ പിള്ളേർ വന്നേ അങ്ങനെയല്ലേ പറയുക, അല്ലേ? ആലോചിച്ചോക്ക്. സോ ഇതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞതാ കഴിഞ്ഞു, നീ നരകത്തിൽ തന്നെ. ഇതാണ് നമ്മളുടെ ചെറുപ്പകാലം തൊട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അവരിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ഇവരിനെ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഭൂമിയിലുള്ള ആരിനെയും ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, കാരണം ഇവരും നമ്മളും എല്ലാം ഒരേ ആൾക്കാരാണ്. നമ്മളും ഈ ഭൂമിയിൽ ജനിച്ച ആൾക്കാർ, 2 കൈ 2 കാല് 2 കണ്ണ് എല്ലാം ഉണ്ട്. അവർക്കും ഈ സെയിം സാധനം, ചോരയൊക്കെ റെഡ് കളർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സോ ഇഫ് വി ആർ ഓൾ ദ സെയിം പീപ്പിൾ, അവർ വലിയ ആൾക്കാർ, അവരിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇവരൊക്കെ ഇവർ ഭയങ്കര ആൾക്കാർ, നമ്മൾ ഇവരൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവരിനൊന്നും പറയാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു സംഭവം. അതായത് ഇവരിനെ ഒന്നും പറയാൻ പറ്റില്ല, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരിനെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു കവചം, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സംഭവം ഇല്ലേ, പ്രൊട്ടക്ഷൻ, ആ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ആദ്യം മുതലേ ഇത് പറ്റാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇവരെന്തോ ഭയങ്കര സംഭവമാണ് നമ്മുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാവുക. പിന്നെ അത് മാറണമെങ്കിൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇരുന്ന് ചിന്തിച്ച് ഇതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ, ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് അവസാനം അത് കിട്ടണം. അതിൽ നല്ല പണിയുണ്ട്. അതിന് നിങ്ങൾക്ക് പണിയും തൊരൊന്നും ഉണ്ടായാൽ അത് നടക്കില്ല. നിങ്ങൾ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വയ്യാണ്ടായി വന്നു, കിടന്നുറങ്ങി, വീണ്ടും ജോലിക്ക് പോയി, ആകെ ഒരു ദിവസം ലീവ് കിട്ടും. ആ ദിവസം കുട്ടിയും കുടുംബമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലീൻ്റെ അവരുടെ കൂടെ പുറത്ത് പോകണം. പുറത്ത് പോയി വരുമ്പോഴേക്കും വീണ്ടും ക്ഷീണമായി, വീണ്ടും കിടന്നു, വീണ്ടും പുറത്ത് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ദൈവമുണ്ടോ ദൈവമില്ലേ എന്നൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരു സമയം ഉണ്ടാവില്ല. മോഡേൺ മെൻ അല്ലെങ്കിൽ മോഡേൺ പീപ്പിളിന് ഇതൊന്ന് ആലോചിച്ച് അയ്യോ ഇതൊക്കെ സമയമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാമെന്ന് അവർക്ക് സമയമേ ഇല്ല. ഇതാണ് ആ ഒരു ബേസിക്കലി സംഭവം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ തോന്നിവാസം ഇവരുടെ. പിന്നെ ഈ വേറൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കടങ്കഥ ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയാം. അതാണ് ഇവരുടെ വേറൊരു സംഭവം. ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെൻഷൻ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കവറി, എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ, എൻ്റെ ബുക്കിൽ ഇത് 1000 കൊല്ലം മുന്നേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അതെങ്ങനെയാണ് ചെയ്തത്? ഞാൻ പറഞ്ഞില്ല, ഒരു പണ്ടത്തെ ഒരു വിവരമുള്ള ഒരുത്തരുണ്ട്, അവനത് ചെയ്തു എന്ന് പറഞ്ഞില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ടേക്ക് എക്സാമ്പിൾ ലൈക്ക് വാട്ടർ ഇസ് എവ്രിവെയർ എന്ന് എഴുതിയിട്ടുണ്ടാവും ബുക്കിൽ. ഓക്കെ, ആ ബുക്കിൽ അവൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? 1000 കണക്കിന് വർഷം മുന്നല്ല. അപ്പോൾ അന്ന് മഴ അധികം ഉണ്ടാവില്ല, മഴയില്ലാത്തൊരു സ്ഥലം, മരുഭൂമി ഉള്ള സ്ഥലം വെച്ചോ. ജെറുസലേമിലാണല്ലോ ഈ ബുക്കൊക്കെ എഴുതി വരുന്നത്. അപ്പോൾ ജെറുസലേമിലാണ് വെച്ചോ, ആ ഒരു കൊല്ലം തിരി മഴ കുറവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചറപറ മഴ. അപ്പോൾ അവനിങ്ങനെ തോന്നിയ ഒരു സാധനം എഴുതാം, വാട്ടർ ഈസ് എവരിവെയർ. കാരണം അവൻ ആ കാണുന്നത് വെള്ളം എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ ഇതേ സംഭവത്തിന് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ആൾക്കാർ ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം ഈ കപ്പലെടുത്തിട്ട് ലോകം മുഴുവൻ കറങ്ങല പരിപാടിയൊന്നുമില്ല. അതൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കപ്പലും അത്രയും ബ്രേവ് ആയിട്ടുള്ള ഈ നാവികരും ഈ അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവർ വന്നിട്ട് കണ്ടുപിടിച്ചു ഈ ഭൂമി ഉരുണ്ടതാന്നേ ആർക്കും പണ്ടറിയില്ല. ഭൂമി ഉരുണ്ടിട്ട് അതിൽ 3/4 ഭാഗം വെള്ളമാണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പം മറ്റേ ടീംസ് വരും, കണ്ട വാട്ടർ ഈസ് എവരിവെയർ. ചുമ്മാ നമ്മുടെ ബുക്ക് സൂപ്പറായിരിക്കുന്നത്, ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ശരി, ഓക്കെ, സമ്മതിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മുടെ സെല്ലെടുത്തു. ബയോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ നടത്തി ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെ സെല്ല് കണ്ടുപിടിച്ചു. എല്ലാ ബോഡി മുഴുവൻ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സെല്ലിൻ്റെ അകത്ത് മെയിൻ കണ്ടൻറ്റ് വാട്ടറാണ് എന്ന് കണ്ടുപിടിച്ചു. 1000 കൊല്ലം മുന്നേ എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് എല്ലാം വാട്ടറാണ്, വാട്ടർ ഈസ് എവരിവെയർ എന്നാണ് പറഞ്ഞത്. പക്ഷേ പറയുമ്പോൾ എല്ലാം വാട്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പം എന്തായി, ഇതും അവരുടെ ബുക്കിലുണ്ട്. ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു വലിയ പ്രളയം വന്നു. വലിയ പ്രളയം വന്നപ്പോൾ വാട്ടർ ഈസ് എവരിവെയർ. ദൈവം ഈ വലിയ പ്രളയം, ഈ സുനാമി പോലത്തെ ഈ പ്രളയം വന്നത് പ്രെഡിക്റ്റ് ചെയ്തു 1000 വർഷം മുന്നേ. വാവ്, വാട്ട് എ പ്രവചനം മാൻ. വാവ്, കണ്ട, എല്ലാവരും എൻ്റെ മതത്തിലേക്ക് നോക്കൂ, എൻ്റെ ബുക്കിലേക്ക് നോക്കൂ. ഈ ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതന്നെയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്, വാട്ടർ ഈസ് എവരിവെയർ. നിങ്ങൾ നോക്കൂ, കണ്ണു തുറന്ന് നോക്കൂ, പ്രളയം വന്ന് എല്ലാവരെയും വെള്ളമല്ലേ. കണ്ട, ഇതാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൈവം. അതും കഴിഞ്ഞു. നമ്മൾ മാർസിലേക്ക് പോവാണ്. ഫ്യൂച്ചറാണ് ഇപ്പോൾ നടക്കുന്നത്. ഫ്യൂച്ചർ, ഇലോൺ മസ്ക് മാർസിൽ പോവാണ്. മാർസിൽ പോകുമ്പോൾ
ദേ ആർ ഫൈൻഡിങ് വാട്ടർ ദർ എന്ന് വിചാരിക്കുക. മാർസിൽ പോയി വെള്ളം കണ്ടുപിടിച്ചു. ആര് ഫസ്റ്റ് ആര് വരും? ഇതാ കണ്ട, ഞങ്ങളുടെ ബുക്കിൽ കണ്ടടാ, അതാ ഇരിക്കുന്നു, വാട്ടർ ഈസ് എവരിവെയർ. അപ്പം ഇതൊന്നും രക്ഷപ്പെടാനേ പറ്റില്ല. ഇതിൽ അവസാനം വെള്ളം മുഴുവൻ വറ്റിപ്പോയാൽ ഇവന്മാർ പറയും അത് വാട്ടർ ഈസ് എവരിവെയർ. അതായത് വാട്ടർ മറ്റേ ഇവാപ്പറേറ്റ് ചെയ്ത് പോയല്ലോ, അപ്പോൾ വാട്ടർ ടേൺസ് ടു ഗ്യാസ്, സോ ദാറ്റ് ഗ്യാസ് ഈസ് എവരിവെയർ ആക്ച്വലി. അതായത് ഈ വെള്ളമേ ഈ ലോകത്തുനിന്ന് ഇല്ലാതായാലും ഇവർ പറയും വാട്ടർ ഈസ് എവരിവെയർ ബിക്കോസ് വാട്ടർ ലിക്വിഡ് ടേൺസ് ഇൻ ടു ഗ്യാസ്. ആ ഗ്യാസ് എവരിവെയർ ഉണ്ടല്ലോ, ഓക്സിജൻ ഇല്ലെങ്കിൽ മരിക്കുമല്ലോ, അതാണ് നമ്മുടെ ബുക്കിൽ പണ്ട് പറഞ്ഞതെന്ന് പറയും. ഇനി ഗ്യാസ് എല്ലാം പോയി കഴിഞ്ഞാൽ അമ്മമാരെയൊക്കെ എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും മരിക്കുമല്ലോ, അപ്പോൾ പിന്നെ പറയാനൊന്നും ആരും ഉണ്ടാവില്ല. ഇതാണ് ഇവരുടെ മെയിൻ പോയിന്റ്. സോ ദ ബ്രില്യൻസി അല്ലെങ്കിൽ ദ ബ്രില്യൻ തിങ് ദേ ഹാവ് ഡൺ ഈസ് ഈ ഒരു സംഭവത്തിനെ ഇങ്ങനെ എഴുതി വെച്ചു എന്നാണ്. ഇതിനിങ്ങനെ ഒരു കടങ്കഥ പോലെയും ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ചില പാവന്മാർ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല എഴുതിയത്. അവർ അന്ന് സംസാരിക്കുന്ന രീതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഈ പോയമൊക്കെ എഴുതുന്ന ആളായിരിക്കും. അപ്പോൾ അയാൾ എനിക്കിത് അറിയുള്ളൂ, ഞാനിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത്. പക്ഷേ എന്തോ ഒരു സംഭവത്തിൽ അങ്ങനെ എഴുതി. അപ്പോൾ എന്താണ് ഇൻറ്റർപ്രറ്റ് ചെയ്യുക? ഇതിപ്പോൾ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവർ ഇൻറ്റർപ്രറ്റ് ചെയ്യും. ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് കൊണ്ട് ഇവരിങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇവരുടെ ഒരു തൊഴിൽ. ബേസിക്കലി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോ എൻ്റെ ഒരു തിയറി, വൈ ദിസ് റിലീജിയൻ, വാട്ട് ഈസ് റിലീജിയൻ, വാട്ട് ഈസ് സപ്പോസ് ടു ബി, എന്തിനായിരിക്കും ഈ റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പണ്ട് തൊട്ടേ തുടങ്ങിയത്. ഓക്കെ, ഇത് പണ്ട് തൊട്ടേ തുടങ്ങിയതാണല്ലോ ഈ സംഭവം. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സ്കൂളിലെ ഹൗസസ് ഇല്ലേ. ഇപ്പം എൻ്റെ സ്കൂളിൽ ഹൗസുണ്ട്, 4 ഹൗസുണ്ട്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, അങ്ങനെ എന്തോ കണ്ടു. ഇങ്ങനെ എല്ലാ മേജർ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളൊന്നും അങ്ങനത്തെ സ്കൂളിലല്ലാന്നെങ്കിൽ എനിക്കറിയില്ല. ഈ സ്കൂളിൽ ഹൗസസ് ഉണ്ട്. ഹാരി പോട്ടറിൻ്റെ സ്കൂളിൽ ഗ്രിഫിൻഡോർ, സ്ലിത്തറിൻ, റാവൻ ക്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹൗസസ് ഇല്ലേ. 10 points to എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഇല്ല. അതൊരു പോയിൻറ്റ്സ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എൻ്റെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ഇവൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് അല്ല പ്രൈസ് ആക്ച്വലി. ഒരു വലിയ ചാർട്ട് എഴുതിയിട്ട് ഈ 4 ഹൗസിൻ്റെ പേര് എഴുതിയിട്ട് ആ 4 ഹൗസിനാണ് പോയിൻറ്റ്സ്. മനസ്സിലാവുന്നുണ്ട്? അത് ഒരു സ്കൂളിൽ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാമല്ലോ, അതിൽ ഒരുത്തന്നെ പ്രൈസും കിട്ടും. പക്ഷെ അതിലൊരു ഇതില്ല. ഈ 4 ഹൗസാക്കി മാറ്റുമ്പോൾ വാശി കൂടും. ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഹൗസിൻ്റെ അകത്തുള്ള ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, അത് കൂടും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചുമ്മാ എല്ലാവരെയും ഇങ്ങനെ കന്നുകാലികൾ അല്ലെങ്കിൽ മറ്റേ ഈ ആടിനെ മേയ്ക്കാൻ വിടുന്ന പോലെ വിടാണ്ട് ഓരോ ആൾക്കാരിനെയും ഓരോ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഡിഫറൻഷ്യേറ്റ് ചെയ്ത ആൾക്കാരാക്കി മാറ്റിയിരിക്കുക. എന്നിട്ട് ആ ആൾക്കാർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുക. എന്തിനാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? പല മത്സരങ്ങളിൽ സ്പോർട്സ് മീറ്റ് ഉണ്ട്, ലിറ്ററേച്ചർ മീറ്റ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരാളുടെ പേര് അവിടെ ഉണ്ടാവില്ല. പിന്നെ ആൾ ജയിച്ചു എന്നുണ്ടാവില്ല. ഒരു ഹൗസിന് ഇത്ര പോയിൻറ്റ്സ്. ഇപ്പോൾ ഒരുത്തൻ ജയിച്ചു, അപ്പോൾ അവൻ ഇന്ന ഹൗസിൽ പെട്ട ആളാണ്, അപ്പോൾ അവനൊരു പോയിൻറ്റ്. അപ്പോൾ അങ്ങനെ ആ പോയിൻറ്റ്സിനാണ് പിന്നെ അടി. നമ്മുടെ കലോത്സവം പിന്നെ ഡിസ്ട്രിക്റ്റ് വൈസാണ്. അത് പിന്നെ നമ്മുടെ ഓരോ ബോർഡേഴ്സാണല്ലോ. അത് കൈൻഡ് ഓഫ് തന്നെ. പക്ഷെ അത് കുറച്ച് ഗ്രാൻഡ് സ്കെയിലിൽ, സിമ്പിൾ സ്കെയിലിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ നമ്മുടെ ഈ ഹൗസാക്കി ഡിവൈഡ് ചെയ്യണത് തന്നെ എന്തിനാണ്? നമുക്ക് ഈസി ആയിട്ട് ആ ഒരു യൂണിറ്റി ഉണ്ടാക്കാനും
ആ ഒരു പരിപാടി മനസ്സിലായി. ഞാൻ ഇന്ന ഹൗസിൽ പെട്ട ആളാണ്, എനിക്ക് ഇവരിനൊക്കെ പറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണം, ഞാൻ ഈ ഹൗസ് ജയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാശി കൂടാൻ ഞങ്ങളെ കൊന്നാണ് എന്നുള്ളൊരു തോന്നൽ. കാരണം ആ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ അടി ഉണ്ടാവില്ല, ഈ ഹൗസും ആ ഹൗസും തമ്മിലായിരിക്കും അടി. അപ്പം എന്താണ്, വലിയ കുഴപ്പമില്ല. ഇത് എല്ലാവരും തമ്മിൽ അടിയായ ആകെ ബഹളമാവില്ലേ. ഇത് ഒരു നാല് ആൾക്കാരും തമ്മിലായിരിക്കും അടി, 4 വലിയ ആൾക്കാരും തമ്മിൽ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്. സോ ആക്ച്വലി ഈ റിലീജിയൻ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഈ ആൾക്കാരിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുകയാണ്. അതായിരിക്കണം ആദ്യത്തെ ഒരു റിലീജിയൻ സംഭവം. പിന്നെ അത് ഇവോൾവായി ഓരോ പ്രൊഫറ്റ്സ് വരാൻ തുടങ്ങി, അവർ വരാൻ തുടങ്ങി, ഇവർ വരാൻ തുടങ്ങി, ഇത് കുറേ കഥകൾ വരാൻ തുടങ്ങി, കടലിലൊക്കെ നടുക്കായി പിളർത്താൻ തുടങ്ങി, അങ്ങനെ പരിപാടികൾ പല മാജിക് കാണിക്കാൻ തുടങ്ങി, മറ്റേ വെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങി, എന്തൊക്കെയോ തുടങ്ങി. വിമാനം പോണു, മറ്റേ ദൈവം വിമാനത്തിൽ കയറി പോണു പറയണു, എന്തൊക്കെയോ പറയണു, ഫുള്ള് സീൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പിന്നെ അതിന്ന് ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് നിന്ന് വളർന്നു വന്ന സംഭവങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവും, ഡസൻറ്റ് മാറ്റർ. ഇതാണ് എൻ്റെ അഭിപ്രായം. എതിരഭിപ്രായം നീ കമൻറ്റ് ചെയ്യും. ഇത് നമുക്ക് സില്ലി ആയിട്ട് തോന്നും ഈ എക്സാമ്പിൾ, പക്ഷേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഹൗസാക്കി മാറ്റുന്നത്? അല്ലെങ്കിൽ എല്ലാവരെയും ഇൻഡിവിജ്വലായിട്ട് പങ്കെടുപ്പിച്ചുകൂടെ? അപ്പോൾ ആ ഒരു വീറും വാശിയും ഉണ്ടാവില്ല. ഇത് നമ്മളൊരു ഞാൻ എന്തിലോ ഐ ബിലോങ് ടു സംതിങ് എൽസ് എന്നൊരു ചിന്ത വരും. ലൈക്ക് ഞാൻ ഈ പറയുന്ന വേറൊരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കണം എന്നുള്ളൊരു ബേസിക് ഐഡിയോളജി ഇല്ലേ? അതിപ്പോൾ വളർന്ന് വന്ന് ഇത് വലിയൊരു ബിസിനസ്സായി, ഇത് വലിയൊരു ദൈവത്തിൻ്റെ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരായി. അവർ ദൈവത്തിനോട് സംസാരിക്കും, നമുക്ക് ദൈവത്തിനോട് സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് ഇവരോട് സംസാരിക്കും. ഇവർ ദൈവത്തിനോട് സംസാരിക്കും, ദൈവം ഇവരുടെ അടുത്ത് റിപ്ലൈ കൊടുക്കും, ആ റിപ്ലൈ ഇവർ നമുക്ക് തരും. അപ്പോൾ ഇവരും ദൈവമായിട്ടുള്ള എന്തോ ഒരു പ്രത്യേകിച്ച് ഫോൺ നമ്പർ എന്തോ അവരുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലില്ല, നമുക്ക് തരില്ല. നമ്മുടെ മതത്തിൽ അതൊന്നുമില്ല. മറ്റൊരു മൊബൈലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മതി, കുറച്ച് ഇൻ്റർനെറ്റും വേണം. ഇതാണ് സംഭവം. ഇപ്പം അതിൻ്റെ ഒരു എക്സ്റ്റെൻസീവ് അത് വളർന്ന് എവിടേക്കോ എത്തി. ഗോഡ്മെൻ, ദൈവത്തിൻ്റെ ആൾക്കാർ, അവർക്കൊന്നും ടാക്സ് ഇല്ല. അതായത് നിങ്ങൾ എന്താ വെച്ച് ചെയ്തോ, നിങ്ങളുടെ ടാക്സ് വെട്ടിച്ചോ, നിങ്ങൾ ഡൊണേഷൻസ് അവിടെ നിന്ന് ഇവിടുന്ന് മേടിച്ചോ, അതിനെ ബ്ലാക്ക് വൈറ്റ് ആക്കിക്കോ, എന്ത് വേണമെങ്കിൽ ആക്കിക്കോ, ഡോണ്ട് മൈൻഡ്. പക്ഷെ ഒരുപാട് തോന്നിവാസം മറ്റേ ഏതൊക്കെയോ ആസാമിമാരനെയോ മറ്റേ ടീംസിനെയൊക്കെ ഈ റേപ്പ് കേസിലും മറ്റേതിലൊക്കെ കംപ്ലയിൻ്റ് കൊടുത്ത് പെട്ടത് കൊണ്ടാണ് അവർ പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ പെടുകയും കൂടിയില്ല. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ, സുഖമായിട്ട് ജീവിക്കുന്നു. ഇവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് മ്യൂസിക് വെക്കണം, ലൗഡ് മ്യൂസിക് വെച്ച് ഒരു പരിപാടി നടത്തണം, ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തണം. പറ്റുമോ? ഇല്ല. ഗോവയിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, വേറെ എവിടെയും പറ്റില്ല. പക്ഷേ ഇതേ സംഭവം നിങ്ങളൊരു റിലീജിയസ് പരിപാടി, ഒരു പള്ളിൻ്റെ പരിപാടിയോ അമ്പലത്തിൻ്റെ പരിപാടിയോ എന്തെങ്കിലും ഒരു മതമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ രാവിലെയല്ല, നിങ്ങൾക്ക് 24 മണിക്കൂറും പാട്ട് വയ്ക്കാം. ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾസ്. ഇത് കേൾക്കുമ്പോൾ ഇവരെന്താ പാട്ട് വയ്ക്കാനാണോ ഇപ്പോൾ അർജൻസി എന്ന് തോന്നും. പക്ഷേ ആ ഒരു സംഭവം വേണ്ട. അതായത് റിലീജിയസ് ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു ആർമർ, റിലീജിയസ് ആർമർ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓവറായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഒരു മയത്തിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ശല്യം ഇല്ലാണ്ടും പീഡിപ്പിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിന് കംപ്ലയിൻറ്റ് കൊടുക്കാനും ഇല്ലാണ്ടിരുന്ന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു റിലീജിയസ് പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാവും. സോ ഇറ്റ്സ് ഈസി അല്ലേ? ഒരു കരിയർ ഓപ്ഷനാക്കി വേണമെങ്കിൽ വയ്ക്കാം. ഗോഡ്മെൻ, ദൈവത്തിൻ്റെ വിളി വന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. കുറേ ആൾക്കാർ വരും, കുറേ ബ്ലാക്ക് വൈറ്റ് ആക്കുക, അതിന് ചെറിയ കമ്മീഷൻ കിട്ടും. ഇത് ബേസിക്കലി മണി ലോണ്ടറിങ് 101 ആണ്, ബേസിക് സംഭവമാണ്. ഇത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗോഡ്മെൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ദൈവവിളി ഉണ്ടായ ആൾക്കാർക്ക് എന്തിനാണ് കുറേ സ്കൂളും കോളേജസൊക്കെ എന്ന് തോന്നും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഇതുണ്ടല്ലോ, മണി ലോണ്ടറിങ് സംഭവം ഉണ്ടല്ലോ, അത് ഡൊണേഷൻ കിട്ടും. ആ ഡൊണേഷനെ
ബ്ലാക്ക് വൈറ്റ് ആക്കണം. അപ്പോൾ വൈറ്റ് ആക്കണം എങ്ങനെയാണ്? ഓരോ ചിലവ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ആ ചിലവ് അതിപ്പോൾ കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചിലവ് അങ്ങനെ പോകും, നമ്മൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ബിൽഡിംഗ് കെട്ടി 10 കോടി എന്ന് പറയും, 5 കോടിക്കായി കെട്ടിയത്. ആ 10 കോടി ചിലവ് എന്ന് പറഞ്ഞത് 5 കോടിക്ക് ബ്ലാക്ക് വൈറ്റ്. സിമ്പിൾ സംഭവം. എവരിബഡി നോസ് ദിസ്. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഇതും കൊണ്ട് ഉഡായിപ്പം ചെയ്ത് ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരിനെയും മണ്ടന്മാരാക്കി അവരിനെ മാക്സിമം പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ അവർ വലിയ വലിയ ആൾക്കാരായിട്ട് നടക്കുക. അവർക്ക് കോളേജ്, അവർക്ക് ഹോസ്പിറ്റൽ, അവർക്ക് പോകാൻ റോൾസ് റോയ്സ് കാറ്, അങ്ങനത്തെ പരിപാടികളാണ് മുഴുവൻ നടക്കുന്നത് ഇവിടെ. അത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് ആലോചിക്കണം. ആ ഹൗസാക്കി മാറ്റിയ ആ ഒരു ഐഡിയ നിന്ന് തുടങ്ങി അതിപ്പോൾ ഇതിൻ്റെ എൻഡ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ ഇതൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എല്ലാം എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സീരിയസ്, ലെറ്റ്സ് ഗോ ടു ദ മെയിൻ പാർട്ട് ഓഫ് വീഡിയോ. അതായത് നമുക്ക് ഇവരുടെ സ്ക്രിപ്ചർ തന്നെ കുറച്ച് കാര്യങ്ങളെടുത്ത് ഇവർ മെയിൻ കുറച്ച് മതങ്ങളുണ്ടല്ലോ, എല്ലാ മതം കൂടി നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരാഴ്ചക്ക് കാണാനുള്ള വീഡിയോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ആ മെയിനായിട്ടുള്ള 3 ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം ആൻഡ് ഹിന്ദുയിസം, ഈ 3 എടുക്കാം. എന്നിട്ട് ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ് ഹെറിറ്റിക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ഇവൻ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യു ക്യാൻ വാച്ച് എ മൂവി, ഇറ്റ്സ് കോൾഡ് ഹെറിറ്റിക്. ഓക്കെ, സോ ആ മൂവിയിൽ പറയുന്നൊരു കാര്യമാണ് വാട്ട് ഈസ് ദ ട്രൂ റിലീജിയൻ, ശരിക്കുള്ള റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, എല്ലാ മതങ്ങളെയും മോണോതിയിസ്റ്റിക് മതമാണെങ്കിൽ ഒന്നിൻ്റെ കോപ്പി അടിച്ച് വേറൊന്നുണ്ടാക്കി അതിൻ്റെ കുറേ കാര്യങ്ങളെടുത്ത് അടുത്തുണ്ടാക്കി ഇതെല്ലാം കൂടെ വേറെ അന്ന് കാലത്തുണ്ടായിരുന്ന കുറേ കഥകളൊക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി കുറച്ച് അതിന് മിനുക്ക് മണികളൊക്കെ ചെയ്ത് മറ്റേ റീമേക്ക് ആഫ്റ്റർ റീമേക്ക് സംഭവമായിരുന്നു അതൊക്കെ. അപ്പോൾ അത് എല്ലാം വെച്ച് നോക്കിയിട്ടും ശരിക്കുള്ള ദ ട്രൂ റിലീജിയൻ എന്താണ് എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അതിൽ ആ പെൺകുട്ടി പറയാണ് കൺട്രോളാണ് ശരിക്കുള്ള റിലീജിയൻ. ഓക്കെ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ വാട്ട് ഈസ് കൺട്രോൾ, എന്താണ് കൺട്രോൾ എന്ന് റിലീജിയനെ വിളിക്കുന്നത്, എന്തിനാണ് റിലീജിയന് കൺട്രോൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വുമൻ. നിങ്ങൾ ഏത് റിലീജിയൻ എടുത്തോ, മെയിൻ ഏതെങ്കിലും എടുത്തോ, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ പണ്ട് ഈ സ്ത്രീകൾ മറ്റേ ചിന്തിച്ചു സ്വന്തമായിട്ടൊരു എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ വിച്ചസാണെന്ന് പറഞ്ഞിട്ട് കത്തിക്കും. മനസ്സിലായില്ലേ? അതായത് ഇവരൊക്കെ വിച്ചസാണ്, ഇവരൊക്കെ പ്രേതങ്ങളാണ്, ഇങ്ങനത്തെ വേണ്ടാത്ത അഭിപ്രായമൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് വിച്ചസ് എന്ന് പറഞ്ഞിട്ട് കത്തിക്കും. ഇസ്ലാമിലാണെങ്കിൽ അറിയാലോ, മര്യാദയ്ക്ക് പള്ളിയുടെ മെയിൻ ഹാളിൽ കൂടെ അവരെ കടത്തില്ല. പിന്നെ പർദ്ദയിട്ട് നടക്കണം, അവരെന്ത് ധരിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ്. സ്റ്റേജിൽ പോലും സമ്മാനം കിട്ടിയിട്ട് സ്റ്റേജിൽ പോലും കയറ്റുന്നില്ല അവരെ. അതൊരു കാര്യം. ഹിന്ദുയിസത്തിലാണെങ്കിൽ പീരീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോലും കയറ്റില്ല. അമ്പലത്തിൽ പോയി കയറി കഴിഞ്ഞാൽ എന്തോ അപരാധം പോലെയാണ് അവരും പെരുമാറുന്നത്. സോ പിന്നെ സതി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വേറെ കാര്യങ്ങൾ, അതൊക്കെ നിൽക്കട്ടെ. സോ ആസ് എ വുമൻ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളൊരു സ്ത്രീയാണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ മെജോറിറ്റി അമ്പലത്തിലും പള്ളിയിലും എല്ലാവരുടെയും പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ 50% സ്ത്രീകൾ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇഫ് യു ആർ എ തിങ്കിങ് വുമൻ, ലൈക്ക് വൈ മൈ റിലീജിയൻ ഈസ് സോ പെട്രിയാർക്കൽ, അല്ലെങ്കിൽ ഇത് ഒരു ആണുങ്ങൾ ഒരു വട്ടം കൂടി ഇരുന്നിട്ട് എഴുതിയതാണ് എന്ന് ഈസിലി നമുക്ക് മനസ്സിലാക്കാം ഇതിലെ കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളും ഇവർ ഇന്നത് ചെയ്യണം, സ്ത്രീകൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ ഒരു സ്ക്രിപ്ചറിലും ഇവരുടെ മെയിൻ സാധനങ്ങളിൽ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വുമൺ പേഴ്സ്പെക്റ്റീവ് എന്ന്, നിങ്ങളൊരു വുമനാണ്, ഇപ്പോൾ എനിക്കാണ് ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾ വുമനാണ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വിശ്വസിക്കുന്ന എൻ്റെ റിലീജിയൻ, അല്ലെങ്കിൽ ഞാൻ ജനിച്ച വീട് ഈ റിലീജിയൻ, ഹൗ
എത്ര എൻ്റെ ഇങ്ങനെ പുച്ഛിക്കുന്ന പോലെയാണല്ലോ ഇവർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആക്ച്വലി തോന്നണം. അല്ലെങ്കിൽ ഈ എന്ത് പാർഷ്യാലിറ്റിയാണ് ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ റിലീജിയനിൽ അവർ കൊടുക്കുന്നത്. ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇവർ അങ്ങനെ ചെയ്യണം, ഇവരിനൊരു എന്താ പറയുക ഒരു ഒരു മെറ്റീരിയലിനെ പോലെ കണക്കാക്കുന്ന ഒരു കുറേ ആണ് എല്ലാ റിലീജിയനിലും ഉണ്ട് ഈ സാധനം. ഇത് ഒന്നിൽ മാത്രമല്ല. അപ്പം എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം കുറച്ച് ആണുങ്ങൾ ഒരു സ്ഥലത്തിരുന്ന്, അത് എവിടെയോ അറേബ്യയിൽ ഇരുന്ന് എഴുതിക്കോട്ടെ, ജെറുസലേമിൽ ഇരുന്ന് എഴുതിക്കോട്ടെ, എവിടെ ഇന്ത്യയിലിരുന്ന് എഴുതിക്കോട്ടെ, എവിടെ ഇരുന്നാലും കുറേ പേരിങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് എഴുതിയതാണ്. അതിൽ സ്ത്രീകളെ ഒന്നും അടുപ്പിച്ചിട്ടുമില്ല, അവരുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടുമില്ല. നിങ്ങളിത് അങ്ങോട്ട് വിശ്വസിക്കുക. ശരിക്കും ഒരു ആലോചിക്കുന്ന ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ചിന്തിക്കണം? ഇതെന്താ ഇവരിങ്ങനെ എന്നോട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, സ്ത്രീകളോട് എന്തിനാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ചോദിക്കണം. ചോദിക്കാൻ പിന്നെ സമ്മതിക്കില്ലല്ലോ, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, അതാണ് പരിപാടി. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെയാണ് കൺട്രോൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾ ഈ ഒരു പാത്ത് അവരിങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, അതിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുകയെ, ഇതെന്താണ് ഇങ്ങനെ, ഇതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒന്നും സൈലൻറ്റ്, മിണ്ടാതെ ഇരിക്കുക, കേൾക്കുക, പോവുക, ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതാണ് ആ കൺട്രോളിൻ്റെ പവർ. ഇപ്പം അങ്ങനെയൊക്കെ ഇപ്പം എന്താണ് ഈ റിലീജിയസ് ബുക്കിലും ഹോളി ബുക്കിലൊക്കെ പറയുന്നത് എന്ന് നമുക്കിതാ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഇനി മുതൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയല്ല. ദിസ് ഈസ് ഓൾ റിട്ടൺ ഇൻ യുവർ ഹോളി ബുക്സ് ഓൺലി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്രിസ്ത്യാനിറ്റീൻ്റെ കാര്യം എടുക്കാം. ക്രിസ്ത്യാനിറ്റിയിൽ 1 Timothy 2:12 പറയുന്നുണ്ട്, I do not permit a woman to teach or to assume authority over men. She must be quiet. Okay? ബേസിക്കലി പറയുന്നത് ഷട്ട് അപ്പ് സ്റ്റുപ്പിഡ് ബിച്ചസ് എന്നാണ് ഈ ചങ്ങായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ ഇനി വ്യക്തമായിട്ട് ഇനിയില്ല. അടുത്ത് ഖുറാനിൽ 4:34 Men are the protectors and maintainers of women. If a woman is disobedient, അതായത് പറഞ്ഞാൽ കേൾക്കാതിരുന്നാൽ, അഡ്മനിഷ് ഹെർ, എന്താണെന്നറിയില്ല, റെഫ്യൂസ് ടു ഷെയർ ബെഡ് വിത്ത് ഹെർ, സ്ട്രൈക്ക് ഹെർ. ഓക്കെ, അപ്പോൾ ഇവരുടെ കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ, സ്ട്രൈക്ക് ഹെർ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെ പോടുന്നു അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് റിലീജിയസ് സ്കോളേഴ്സ് പറയുന്നത്. പക്ഷേ ഇവിടെ അറബിക് വേർഡ് എന്താ വെച്ചാൽ ഇഡ്രിബുഹന്ന, അങ്ങനെയാണ് ആ അറബിക് വേർഡ് സ്ട്രൈക്കിനെ. ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതാണല്ലോ. അപ്പോൾ ഇഡ്രിബുഹന്ന എന്ന് അങ്ങനെ എന്തോ ആണ് അറബിക് വേർഡ്. ദാറ്റ് മീൻസ് സ്ട്രൈക്ക് ഓർ ബീറ്റ്. ഓക്കെ, അതായത് നിങ്ങൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ കൊടുത്തൊരെണ്ണം എന്നാണ് 4:34 ഖുറാൻ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതെല്ലാത്തിനും ഇവർക്ക് മറുപടി ഉണ്ട്. ഇവർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മറ്റ് തല്ലലല്ല, ഇങ്ങനെ അങ്ങനെ ആക്കുകയാണ് എന്നൊക്കെ പറയും. സ്റ്റിൽ ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആലോചിക്കണം. ദിസ് ഈസ് ഇൻ ഓൺ ദ റിലീജിയസ് ബുക്ക്. അതായത് വെറുതെ മറ്റേ സ്പൈഡർമാനും ഹാരി പോട്ടറിലും അല്ല ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓൺ ദ റിലീജിയസ് ഹോളി ബുക്ക്. ഓക്കെ, അതാണ് കാര്യം. ഹിന്ദുയിസത്തിൽ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല അവിടെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടാവും. എനിക്കും ഇതൊക്കെ ഇതിനു വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് ഈ കാര്യമൊക്കെ മനസ്സിലായത്. ബേസിക്കലി മൂന്നെണ്ണം ഉണ്ട്. ശ്രുതി, സ്മൃതി, പുരാണാസ്. ഈ ശ്രുതിയിലാണ് ഈ വേദാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സ്മൃതിയിലാണ് നമ്മുടെ മനുസ്മൃതി, ആ സംഭവമൊക്കെ വരുന്നത്. അത് ആക്ച്വലി റൂൾ ബുക്കാണ്. ഓക്കെ, അത് ഇങ്ങനെ മറ്റേ എന്താ പറയുക, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം, ഈ സമൂഹത്തിൽ നമ്മൾ ഹിന്ദുയിസം ഈ ഒരു ഇതിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ ബുക്കാണ് അത്. പുരാണാസ് അറിയാലോ, മഹാഭാരതം, രാമായണം പോലത്തുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗീതയൊക്കെ പോലത്തെ. അപ്പോൾ ഇത് ബേസിക്കലി ഒരു സെൻറ്റർ സ്ക്രിപ്ചർ ഇല്ല. ഇപ്പോൾ ബൈബിളും ഖുറാനൊക്കെ പോലെ ഒറ്റ സംഭവത്തിന് ആ ഒരു ചുറ്റിപ്പറ്റിയിട്ടല്ല, ഇതിൽ കുറേ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ബേസിക്കലി വേദാസ് എടുത്തു കഴിഞ്ഞാൽ, ഈ വേദാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെറ്റാഫിസിക്കൽ സംഭവം. അതായത് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഇപ്പോൾ
ഇന്നത് ചെയ്തു, ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ഫിസിയോളജിക്കൽ മറ്റേ സംഭവങ്ങളൊക്കെയാണ്. ഫിലോസഫി ഇല്ലേ, അതാണ് ബേസിക്കലി. അതായത് ഇങ്ങനെ കുറച്ച് ഹുവാമായി, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ചൊന്നും എഴുതാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. ഇതിലേക്ക് എഴുതാൻ സമയം കിട്ടിയിരിക്കുന്നത് സ്മൃതിയിലാണ്. അപ്പോൾ സ്മൃതി എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ വരിക. പക്ഷേ സ്മൃതി എടുത്താൽ പറയും ഇതൊന്നും മറ്റേ ഇതൊക്കെ മനുഷ്യന്മാരെ എഴുതി തന്നെയാണ് കേട്ടോ, അത് ആർക്ക് ഡൗട്ടൊന്നുമില്ല. ഈ കുറച്ച് ഈ മറ്റേ ഹൈ കാസ്റ്റിലുള്ള ആൾക്കാർ ഇന്ന് എഴുതിയതാണ് ഈ സ്മൃതീസൊക്കെ. ഓക്കെ, പക്ഷെ അതിനെ അബോളിഷ് ചെയ്തിട്ടുണ്ടോ അതുമില്ല. ആക്ച്വലി റൂൾ ബുക്ക് ആരും പാലിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ എല്ലാമെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. ഈ 3 സാധനങ്ങൾ അവരുടെ ഇതിലുള്ളതാണ്: ശ്രുതി, സ്മൃതി, പുരാണാസ്. നമ്മൾ കേട്ടിട്ടുള്ള കഥകളിൽ നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ട്, സീത മറ്റേ രാവണൻ പിടിച്ചിട്ട് പോയി തിരിച്ചു വന്നിട്ട് സീതൻ്റെ മേലെ സംശയം ഉണ്ടായിരുന്നു. അത് പബ്ലിക് ഒപ്പീനിയൻ വഴിയാണ് ആ സംശയം രാമനിൽ വരുന്നത്. ഓക്കെ, എന്നിട്ട് അഗ്നിശുദ്ധി വരുത്തുക എന്നൊക്കെ പറയും. അതായത് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഗ്നിശുദ്ധി വരുത്തിയിട്ട് പോലും രാമൻ സ്വീകരിച്ചിട്ടില്ല. ഓക്കെ, എന്നിട്ട് ഒഴിവാക്കി വിട്ടു. അങ്ങനത്തെ കഥകളുണ്ട്. ഇതൊക്കെ ഈ സ്ത്രീകൾ തന്നെയാണ് കേൾക്കുന്നത്. മനസ്സിലായ? സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെ കേട്ട് അവർക്ക് അതിലൊന്നും കുഴപ്പമില്ല. ഇതാണ് കൺട്രോൾ. മഹാഭാരതത്തിൽ എന്താണ് മറ്റേ ഭാര്യനെ വെച്ചിട്ട് ചൂതാട്ടം, ഭാര്യനെ വെച്ചിട്ട് ഇന്ന് ആരെങ്കിലും മറ്റേ ഗാംബ്ലിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇടില്ലേ? ഒന്നാമത് ഗാംബ്ലിങ്ങേ ഇല്ല, രണ്ടാമത് ചൂതാട്ടത്തിൽ ഭാര്യനെയൊക്കെ പണയം വെച്ചിരിക്കുക. ഹൂ ഇൻ ദ റൈറ്റ് മൈൻഡ് വുഡ് ഡൂ ദാറ്റ്? അതൊരു സാധനം. ഇനി മനുസ്മൃതി എടുത്തു കഴിഞ്ഞാൽ തലവേദന എടുക്കും. ഇത് ആരുടെ വന്മാരൊക്കെ ഇത് മനുസ്മതി പറഞ്ഞാൽ മനു എന്ന ഒരാളല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ബ്രാഹ്മിൻസ്, ഹൈ കാസ്റ്റ് പോലത്തെ കുറച്ച് ആൾക്കാർ റൂൾ ബുക്ക് പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ബാധകമല്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇതൊന്നും ഇതിൻ്റെ ഭാഗമല്ല എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇത് കൈൻഡ് ഓഫ് റൂൾ ബുക്കാണ്, ഇങ്ങനെ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് കൈൻഡ് ഓഫ് ആക്ച്വലി ഇതാണ് ഏറ്റവും പ്രോബ്ലമാറ്റിക്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നാണ് ഈ ബുക്ക് വെച്ച് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത്. മനുവിലെ 9:3 പറയുന്നുണ്ട്, ഹെർ ഫാദർ പ്രൊട്ടക്ട്സ് ഹെർ ഇൻ ചൈൽഡ്ഹുഡ്, ഹെർ ഹസ്ബൻഡ് പ്രൊട്ടക്ട്സ് ഹെർ ഇൻ ഹിസ് യൂത്ത്, ഹെർ സൺസ് പ്രൊട്ടക്ട്സ് ഹെർ ഇൻ ഓൾഡ് ഏജ്, വുമൺ ഈസ് നെവർ ഫിറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. ഇതേതോ സിഗ്മ ആൾക്കാർ എഴുതിയാന്ന് തോന്നുന്നു. ദ ഹേറ്റ് വുമൺ ബേസിക്കലി. അതായത് ഭർത്താവ് മരിച്ച കുട്ടി നോക്കും, ഭർത്താവ് മരിച്ച വയസ്സായ കുട്ടി നോക്കും, പിന്നെ ചെറുപ്പത്തിൽ അച്ഛൻ നോക്കും. അപ്പോൾ ബേസിക്കലി വുമൺ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഡിപ്പെൻഡബിൾ എന്നാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ വീണ്ടും മനു 8:77 പറയുന്നുണ്ട്, ഡിസ്ക്വാളിഫൈസ് വുമൺ ഫ്രം വാലിഡ് വിറ്റ്നസ് ഇൻ കോർട്ട്. അതായത് കോടതിയിൽ സാക്ഷി പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സ്ത്രീകൾ പറയുന്നതൊക്കെ നുണയായിരിക്കും, നിങ്ങൾ ഒന്നും പറയരുത് എന്നാണ് ഇതിൽ പറയുന്നത് കോടതി. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഔട്ട്ഡേറ്റഡ് ആർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഈ പറയാൻ പോകുന്നത് നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ളതും ഇതിൽ ഈ ഹോളി ബുക്സിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്നും, ഇതിൽ കുറേ കാര്യങ്ങൾ ഇന്ന് അത് എടുത്തു കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഇതുപോലെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 2 അടിയും കിട്ടി നമ്മളിപ്പോൾ ജയിലിൽ പിടിച്ചാക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് ഇപ്പം നമുക്കൊരാളുടെ വിശ്വാസം തകർക്കാനോ വിശ്വാസം നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയാനൊന്നും അവകാശമില്ല. അങ്ങനെ പറയുന്നത് തെറ്റുവാണെന്ന് ഉള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഈ ഹോളി ബുക്സ് ഭയങ്കര സംഭവമാണെന്നും ഈ റിലീജിയൻ ഭയങ്കര മറ്റേ പാരമ്പര്യം, മറ്റേ സംസ്കാരം, ആ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അന്നത്തെ സംസ്കാരമാണ്. ഇന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. സോ ദീസ് ആർ ഓൾ ഔട്ട്ഡേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ എന്നാലും നമ്മളൊരു സമാധാനത്തിൽ നമ്മളിത് പറയണമെന്ന്. ഓക്കെ, ഫസ്റ്റ് ബൈബിൾ എടുക്കാം. നമുക്ക് ആ ഓർഡർ തന്നെ പോവാം. ഫസ്റ്റ് ക്രിസ്ത്യാനിറ്റി, പിന്നെ നമുക്ക് ഇസ്ലാം നോക്കാം, ഖുറാൻ നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം,
പിന്നെ നമുക്ക് നമ്മുടെ ഹിന്ദുയിസത്തിലേക്ക് വരാം. ഓക്കെ, ആദ്യത്തെ ബൈബിൾ. പിന്നെ ഇതൊന്നും ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് കിട്ടിയല്ല, ഇതൊന്നും ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്നോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. വാട്ട് ആർ ദ കോൺട്രഡിക്ഷൻസ് ആൻഡ് വാട്ട് ആർ ദ ഔട്ട്ഡേറ്റഡ് തിങ്സ് സെയ്ഡ് ഇൻ ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ ഇൻ ഹിന്ദു ഹോളി ബുക്സ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. യു ക്യാൻ ഓൾസോ റിസർച്ച് ഇറ്റ്. ഇപ്പം ഞാനിത് ചുമ്മാ പറയുന്നതെന്നുള്ളൂ. ഓക്കെ, 2 Kings 2:23-24 വേഴ്സിൽ പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ പറയുന്നത്, പ്രൊഫറ്റ് എലീഷ വാസ് വാക്കിംഗ് ഡൗൺ ദ റോഡ്. ഗ്രൂപ്പ് ഓഫ് ലിറ്റിൽ ബോയ്സ് ഗോ അപ്പ് ബോൾഡ് ഹെഡ് എന്ന് വിളിച്ചു. അതായത് കഷണ്ടിയായ ആൾ മൊട്ടയെന്നോ എന്തോ വിളിച്ചു. പ്രൊഫറ്റ് എലീഷ ആണ് റോട്ടിലൂടെ പോവായിരുന്നു. അവന് എന്താണ് ഗോ അപ്പ് മൊട്ടയെന്നോ എന്തോ വിളിച്ചു. Elisha curses them in the name of Lord. Immediately 2 female bear came out of woods and killed 42 boys. അതായത് കഷണ്ടിയാണെന്നോ മൊട്ടയാണെന്നോ കൊണ്ട് കളിയാക്കിയ കുറച്ച് പിള്ളേരിനെ ശപിച്ചിട്ട് ഒരു കരടിനെ കൊണ്ടുവന്നിട്ട് 42 പിള്ളേരിനെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിവൈൻ ജഡ്ജ്മെൻറ്റ്. ഇതൊരു ലാർജ് ഡേഞ്ചറസ് മോബായിരുന്നു. ഇതൊരു വയലൻ്റ് ഗ്യാങ് ആയിരുന്നു, അല്ല പിള്ളേരൊന്നും അല്ല. ഇത് ബോയ്സ് എന്നവർ പറയുന്നത് യങ് ആയിട്ടുള്ള വലിയ ആൾക്കാരിനെയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബോയ്സ് എന്നാണ് ഈ ട്രാൻസ്ലേഷനിൽ വരുന്നത്. ബോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോയ്സ് അല്ല എന്നാണ് പറയുന്നത്. ബോയ്സ് ആണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും വെറുതെ കളിയാക്കിയത് കൊണ്ട് 42 പേരിനെ കൊന്നു, കരടിനെ വിട്ട് കടിപ്പിച്ച് കൊന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്തറിയോ, കൊന്നിട്ടില്ല എന്ന് പറയില്ല, വലിച്ച് കീറി എന്നാണ് പറയുന്നത്. അപ്പോൾ കൊന്നിട്ടില്ല, വലിച്ച് കീറിയത് മാത്രമേ ഉള്ളൂ. കേട്ടോ, ഇത് ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ എങ്ങനെ വേണം ഡിഫെൻഡ് ചെയ്യാമല്ലോ. ഇതിന് അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഇതൊക്കെ പറയും. ഈ കഥ ഉള്ളതാണ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുള്ള കഥയാണ്. അടുത്തത് പിടിച്ചോ, വീണ്ടും ഒരു ഓൾഡ് ടെസ്റ്റ്മെൻ്റ് സാധനം. 31:17-18 നമ്പേഴ്സ് 31:17-18 ഇത് മോസസ് സോൾജറിൻ്റെ അടുത്ത് പറയണം, നൗ കിൽ ഓൾ ദ ബോയ്സ് ആൻഡ് കിൽ എവറി വുമൻ ഹൂ ഹാസ് സ്ലെപ്റ്റ് വിത്ത് എ മാൻ, ബട്ട് സേവ് യുവർ സെൽഫ് എവറി ഗേൾ ഹു ഹാസ് നെവർ സ്ലെപ്റ്റ് വിത്ത് എ മാൻ. അതായത് എല്ലാ അണ്ണാംഡായിട്ടുള്ള അമ്മമാരെയും കുട്ടികളെയും കൊല്ലൂ, വേർജിൻസ് ആയിട്ടുള്ള സ്ത്രീകളെ മാത്രം നിങ്ങൾ എൻസ്ലേവ് ചെയ്ത് കൊണ്ടുവരൂ. ഓക്കെ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേലൈറ്റ്സിൻ്റെ ഫൈറ്റ് നടക്കുന്നുണ്ട് മിഡിയാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുമായിട്ട്. ആ ഒരു യുദ്ധത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെതന്യാഹുവിൻ്റെ പോലെയാവും. അതായത് ഇപ്പം മറ്റേ ആൾക്കാർ മറ്റേ സേവ് ഗാസ, സേവ് പാലസ്തീൻ പറയില്ല, അതുപോലെ ഇനി സേവ് മിഡിയാനൈറ്റ്സ് എന്ന് പറയേണ്ടി വരും. ഇതിൽ കൗണ്ടർ ചെയ്യുന്ന ആർഗ്യുമെൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, 24,000 ഇസ്രായേലൈറ്റ്സ് മരിച്ചു പ്ലേഗ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഡിയാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഐഡൽ വേർഷിപ്പേഴ്സ് ഓഫ് ബാൽ എന്ന് പറഞ്ഞിട്ടുള്ള ദൈവത്തിനെ വേർഷിപ്പ് ചെയ്യുന്നവരാണ്. അവർ സെക്ഷൽ റിലീജിയസ് റിച്വൽസ് ചെയ്തു, അവർ ഇവരുടെ ദൈവത്തിനെ അബാൻഡൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു സംഭവം പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് 24,000 ഇസ്രായേലൈറ്റ്സ് മരിച്ചു പ്ലേഗ് വന്നിട്ട് എന്ന് പറയുന്നത്. അതിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാ കുട്ടികളെയും അമ്മമാരെയും ഒക്കെ കൊന്നിട്ട് പോവാ, എല്ലാവരും കൊന്നിട്ട് പോകാന്ന് പറഞ്ഞാൽ ആ ഒരു ദേഷ്യത്തിലാണെന്നെങ്കിലും പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ വേർജിൻസ് ആയിട്ടുള്ളവരുടെയൊക്കെ കൊണ്ടുപോകാന്നൊക്കെ. ഈ സിനിമയിൽ വില്ലന്മാർ കൂടെ ഇങ്ങനെ ഇപ്പോൾ പറയാറില്ല. അത് മറ്റേ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ അവർ അങ്ങനത്തെ ഡയലോഗ്സ് കൂടെ ഇപ്പോൾ ആരും ഇങ്ങനെ പറയാറില്ല. ഇതൊക്കെയാണ് ദൈവങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കുറച്ച് പഴയതാണെന്ന് പോട്ടെ, പുതിയ ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് നോക്കാം. 1 Peter 2:18 സ്ലേവറിൻ്റെ കാര്യം. ഓക്കെ, സെർവൻസ് ബി സബ്ജക്റ്റ് ടു യുവർ മാസ്റ്റേഴ്സ് വിത്ത് ഓൾ റെസ്പെക്ട്, നോട്ട് ഓൺലി ടു ഗുഡ് ആൻഡ് ജെൻറ്റിൽ ബട്ട് ഓൾസോ ടു ഹാർഷ്. അതായത് ഈ സ്ലേവ്സ് ഉണ്ടല്ലോ, സ്ലേവ്സ് എപ്പോഴും മാസ്റ്റേഴ്സിൻ്റെ കൂടെ ആയിരിക്കണം, അത് എന്തായാലും കുഴപ്പമില്ല.
നല്ല രീതിക്കുള്ള മാസ്റ്റേഴ്സ് ആണെങ്കിലും ഇത്തിരി ഹാർഷായിട്ടുള്ള പെരുമാറുന്ന മാസ്റ്റേഴ്സ് ആയാലും രണ്ട് അടി കിട്ടിയാലും നിങ്ങളെപ്പോഴും മാസ്റ്റേഴ്സിനോട് കടപ്പെട്ടിരിക്കണം. അതാണ് ദൈവത്തിന് ഇഷ്ടം എന്നാണ് ഇവർ പറയുന്നത്. മാസ്റ്റേഴ്സ് രണ്ട് തല്ല് തല്ലിയാലും കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്യി, അത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. ഇനി ദ ലോ, എക്സോഡസ് 21:2-6, ഇഫ് യു ബൈ എ ഹീബ്രൂ സെർവൻറ്റ് ഹീ ഈസ് ടു സെർവ് യു ഫോർ 6 years, but in the 7th year he shall go free without paying anything. Wow, what a wonderful thing. 6 കൊല്ലം പണിയെടുത്ത് കഴിഞ്ഞാൽ 7ാമത്തെ കൊല്ലം ഫ്രീ ആണെങ്കിൽ അവന് എനിക്ക് ഫ്രീ ആവണമെന്ന് പറഞ്ഞാൽ അവന് വിടാം. എന്ത് നല്ല നിയമം അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവരുടെ ആർഗ്യുമെൻ്റ് എടുക്കാം. അതിൻ്റെ കോൺടെക്സ്റ്റ് തൊട്ട് താഴെയുള്ള സാധനം കൂടി ഒന്ന് വായിക്കാം. ഇഫ് ഹിസ് മാസ്റ്റർ ഗീവ്സ് ഹിം എ വൈഫ് ആൻഡ് ഷീ ബിയേഴ്സ് ഹിം എ സൺ ഓർ എ ഡോട്ടർ, the woman and her children shall belong to her masters. Only the man shall go free. അതായത് മാസ്റ്റേഴ്സ് ഈ സ്ലേവിന് ഒരു ഭാര്യ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുട്ടിയോ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 7ാം കൊല്ലം ഈ സ്ലേവ് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, ഭാര്യയും കുട്ടികളൊക്കെ മാസ്റ്ററിൻ്റെ കൂടെ ആക്കിയിട്ട് വേണം പോകാൻ. ഇനിയിപ്പോൾ അതല്ല, ബട്ട് ഇഫ് ദ സെർവൻറ്റ് ഡിക്ലെയർസ് ഐ ലവ് മൈ മാസ്റ്റർ ആൻഡ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, ഡു നോട്ട് വാണ്ട് ടു ഗോ ഫ്രീ, എനിക്ക് ഫ്രീഡം വേണ്ട, അയ്യോ എനിക്ക് ഫ്രീഡം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, ദെൻ മാസ്റ്റർ ഷുഡ് ടേക്ക് ഹിം ടു ദ ഡോർ ആൻഡ് പിയേഴ്സ് ഹിസ് ഇയർ വിത്ത് ഓൾ. മറ്റേ പശുവിനൊക്കെ മറ്റേ സാധനം ഇടില്ലേ, ഇങ്ങനെ ഒരു മറ്റേ എന്താ പറയുക, എന്തോ പറയില്ലേ, ഇങ്ങനെ ഒരു സാധനം, ഇത് എൻ്റെ ഉടമസ്ഥയിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലത്തെ ചെവിയിൽ കുത്തിയിടണം എന്നാണ് പറയുന്നത്. ദെൻ ഹീ വിൽ ബി ഹിസ് സെർവൻറ്റ് ഫോർ ലൈഫ്. ബേസിക്കലി 7 കൊല്ലം കഴിഞ്ഞാൽ ഫ്രീ ആവാമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുട്ടിയോ ഭാര്യയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭാര്യനെയും കുട്ടീനെയും മാസ്റ്റർക്ക് വിടണം. അതൊരു ട്രാപ്പാണ് ആക്ച്വലി. നിങ്ങൾക്ക് ഭാര്യയും കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവനെ അവിടെ വിട്ട് പോയില്ല എന്ന് മാസ്റ്റർക്ക് അറിയാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഭാര്യയും കുട്ടികളും പോയില്ലെങ്കിൽ നിൻ്റെ ചെവിയും കുത്തിയിട്ട് നീ അവിടെ ഇരിക്കുക, നീ എൻ്റെ അടിമയായിട്ട് ഫുൾ ടൈം ജീവിതകാലം മുഴുവൻ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവനെ പെടുത്തിയിരിക്കുക. ഇറ്റ്സ് കോൾഡ് ഡിവൈൻ ബ്ലാക്ക് മെയിൽ. ഇതെല്ലാം കമ്പനി പ്രോപ്പർട്ടി, കമ്പനിയിലേക്ക് എടുത്തു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഹോളി റിലീജിയസ് ബുക്കിലാണ് എഴുതിയിരിക്കുന്നത് എന്നുകൂടെ നോക്കണം. ഹൗ ഔട്ട്ഡേറ്റഡ് ആർ ഓൾ ദിസ് ഐഡിയാസ്, അല്ലെങ്കിൽ ഈ ചിന്ത തന്നെ എത്ര ഔട്ട്ഡേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. ഇനി അടുത്ത് നമ്മുടെ മെയിൻ സംഭവത്തേക്ക് പോവാം, ഖുറാനിലേക്ക് പോവാം. ആരിഫ് എന്നെ വിളിക്കേണ്ടി വരുമോ? ഫസ്റ്റ് സൂറ 65:4 വെയിറ്റിംഗ് പീരീഡ് ഫോർ ഡിവോഴ്സ് പറയുന്നത്. അതായത് നമുക്ക് ലൈറ്റ് ആയിട്ടൊരു സ്ഥാനത്ത് നിന്ന് പോവാം. അതായത് ഒരു ഇഡ എന്ത് പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്കറിയില്ല, അത് എനിക്ക് വായിക്കാൻ കിട്ടുന്ന പോലെ ഞാൻ വായിക്കും. ഇഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ബേസിക്കലി എന്താ വെച്ചാൽ വെയിറ്റിംഗ് പീരീഡാണ്. ഡൈവോഴ്സ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഒരു വെയിറ്റിംഗ് പീരീഡ് പോലത്തെ ഒരു സംഭവമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ 3 മെൻസ്ട്രൽ സൈക്കിൾ വെയിറ്റ് ചെയ്യണം. മെനോപോസ് വന്ന വയസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 3 മാസം വെയിറ്റ് ചെയ്യണം. നോട്ട് യെറ്റ് മെൻസ്ട്രേറ്റഡ് ആണെങ്കിൽ, മെൻസ്ട്രേഷൻ എത്തിയിട്ടില്ല, അതായത് ബേസിക്കലി അണ്ടർ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 3 മാസം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരിനെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ അൺടിൽ ചൈൽഡ് ബർത്ത് ആയിട്ട് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. And those who no longer expect menstruation among your women, and for those who have not yet menstruated, that period is 3 മാസം. സോ ബേസിക്കലി ഇവിടെ പറയുന്നത് ഇത് ഈ പണ്ട് കാലത്തെ ഉള്ളൊരു പ്രാക്ടീസാണ്. അതായത് നമുക്ക് ഈ അണ്ടർ ഏജ് മാരേജ് എന്നൊക്കെ പറയുന്നത് എല്ലാവിടെയും ഉള്ളതാണ്. സോ ഇത് ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല. 18 വയസ്സ് 21 വയസ്സ് ഒക്കെ ആകുമ്പോഴാണ് എല്ലാവരും കല്യാണം കഴിക്കുന്നത്, 18 വയസ്സ് മിനിമം. ഓക്കെ, സോ ഇത് ഔട്ട്ഡേറ്റഡ് അല്ലേ? ഈ ഒരു കാര്യം ഔട്ട്ഡേറ്റഡ് അല്ലേ? ഇതുപോലെ തന്നെയല്ലേ ബാക്കി കുറേ കാര്യങ്ങൾ? അന്ന് ഇത് ഓക്കെ ആയിരുന്നു, അന്ന് ആൾക്കാർക്ക് വിവരമില്ലാണ്ടും ആൾക്കാർ അന്നത്തെ കാര്യങ്ങൾ അന്ന് ചെയ്തു പോയി. ചെറിയ കുട്ടികളിലൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു,
പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഇന്നത് മാറിയില്ലേ? അപ്പം ഇന്നിത് മാറണ്ടേ? മാറണ്ടേ? ഇത്രേ ഉള്ളൂ. ഇതാണ് പറയുന്നത്. എങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ സ്റ്റിൽ നമുക്കൊരു ഇതൊക്കെ ഒന്ന് കാണും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് പറയണം തോന്നും. എന്താ ചെയ്യാൻ? ഇപ്പോഴും ഇത് ഔട്ട്ഡേറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ഇത് അത് മാത്രമല്ല ഔട്ട്ഡേറ്റഡ്. ഇത് ഔട്ട്ഡേറ്റഡ് എങ്ങനെയാവുന്നത്? ആ കാലത്ത് എഴുതിയതുകൊണ്ട്. അപ്പോൾ ആ കാലത്തെ ചിന്തകളും ആ കാലത്തെ റിച്വൽസും ആ കാലത്ത് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലല്ലോ ഇപ്പം ചെയ്യുന്നത്. അത്രേ പറയുന്നുള്ളൂ. ഗോട്ട് ഇറ്റ്? അടുത്തത് സൂറ 86:6-7. ഓക്കെ. ഹി വാസ് ക്രിയേറ്റഡ് ഫ്രം എ ഫ്ലൂയിഡ് ഇജക്റ്റഡ് എമേർജിങ് ഫ്രം ബിറ്റ്വീൻ ബാക്ക് ബോൺ ആൻഡ് റിബ്സ്. വേറൊരു സയൻറ്റിഫിക് സംഭവം. എന്ത് സയൻറ്റിഫിക് പറഞ്ഞാലും അതൊക്കെ എൻ്റെ ബുക്കിലുണ്ട് എന്ന് പറയുന്നവർക്കാണ് ഇത്. മനുഷ്യന്മാരുണ്ടാവുന്നത് ദർ ഇസ് ഫ്രം എ ഫ്ലൂയിഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതറിയാം. സീമൻ്റെ സ്പേമിൻ്റെ കാര്യവും അറിയാം. ഓക്കെ. പക്ഷേ അത് ബോഡിയിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്നതും അറിയാം. ആ സംഭവം കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് എമർജിങ് ഫ്രം ബാക്ക് ബോൺ ആൻഡ് റിബ്സ് എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ടെസ്റ്റിക്കിൾസ് നിന്നാണ്, ബോൾസ് നിന്നാണ് ഈ സംഭവം വരുന്നത്, സ്പേം ഉണ്ടായി വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിലും ഇവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് മറ്റേ ടെസ്റ്റിക്കിൾസിൻ്റെ ഞരമ്പുകളെല്ലാം വരുന്നത് ബാക്ക് ബോണിൽ നിന്നാണ്. സോ അത് ആ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഇതാണല്ലോ. അപ്പം നെർവസ് സിസ്റ്റം പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ സ്പേം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയായ മറ്റേ ക്യാപ്സുകളും കൊണ്ട് വരും. അത് നമുക്കൊന്നും ചെയ്യാനില്ല. ബേസിക്കലി അപ്പോൾ ദൈവം എല്ലാവരും ഉണ്ടാക്കി. പക്ഷേ ദൈവത്തിന് എവിടെ നിന്ന് സ്പേം വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, ശരി. സൂറ 489. ഓക്കെ. ഇത് സംഭവമാണ്. ദേ വിഷ് യു വുഡ് ഡിസ്ബിലീവ് ആസ് ദേ ഡിസ്ബിലീവ്ഡ്, സോ യു വുഡ് ബി alike. So do not take from anything them allies until they emigrate for the cause of Allah, and if they turn away, then seize them and kill them. Whenever you find them, take not from among them any ally or helper. അതായത് ഇത് ഒരു കോണ്ടെക്സ്റ്റ്, ഒരു മാഫിയ ലോജിക്കിൽ ആണ് ഇത് പറയുന്നത്. ഇത് ബേസിക്കലി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്യാങ് നിന്ന് ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ, ഓക്കെ, ആരെങ്കിലും ഡിസ്ബിലീഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ നിന്ന് ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അവരെ പിടിച്ച് കിൽ ദം, സീസ് ദം ആൻഡ് കിൽ ദം എന്നാണ് പറയുന്നത്. ഇൻഫിഡൽസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമല്ലേ, ആ ഒരു സംഭവത്തിൻ്റെ വേറൊരു സംഭവമാണ് ഇത്. ബേസിക്കലി ഇഫ് ദ റിലീജിയസ് ടെക്സ്റ്റ് ഹാസ് കിൽ ദം ആൻഡ് സീസ് ദം അങ്ങനത്തുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ തീവ്രവാദികളും ടെററിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും അവർക്ക് ഇത് ഭയങ്കര ഈസിയാണ്. ഇതേ സാധനത്തിന് നമുക്ക് കോണ്ടെക്സ്റ്റ് വെച്ചും പറയാം, ഇതിനെ നമുക്ക് വളച്ചൊടിച്ച് വേറെ രീതിയിലും പറയാം. മനസ്സിലാവുന്നുണ്ട്? അതായത് ഇതിൽ പറയുന്നത് അവിശ്വാസിയായിട്ടുള്ള ആരെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ, ഡിസ്ബിലീഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരിനെ നിങ്ങൾ ഒരിക്കലും കൂടെ കൂട്ടരുത്, അവരിനെയൊക്കെ പിടിച്ച് കൊല്ലാനാണ് പറയുന്നത് സൂറ 489. സോ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇതാണ്ട് ദൈവം നിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മയപ്പെടുത്തിയിട്ട്, അത് പണ്ട് ഇങ്ങനെ എന്തോ ഒരു യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്, അപ്പോൾ നമുക്ക് ഇതങ്ങനെ വേണ്ടായിരുന്നു എന്നല്ലേ ഞാൻ അന്ന് അപ്ലൈ പറഞ്ഞില്ലേ, എല്ലാ 100 വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമോ? ഇല്ല. അടുത്തത് സൂറ 9:5. കിൽ പോളിതിയസ്റ്റിക് whenever you find them and capture them and besiege them and sit in wait for them at every place of ambush. അതായത് പ്രോപ്പർ വയലൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം പറയുന്നത് ഇപ്പോൾ പണ്ട് ഈ മെദീന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇവർ തമ്മിൽ കുറേ ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഈ പേഗൻസിനെയാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ
ഇതൊരു റിലീജിയസ് ടെക്സ്റ്റ് അല്ലേ, ഇതിലിങ്ങനെ അവരെ കൊല്ല്, പോളിതീയിസ്റ്റിക് ആൾക്കാരനെ കൊല്ല്, അവരെ കൊല്ല്, ഇവരിനെ കൊല്ല് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് ഈ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്തോട്ടെ. പക്ഷേ ഈ തീവ്രവാദികൾ പോലത്തെ ആൾക്കാർ ഈ ബ്രെയിൻ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യോ ചെയ്യില്ലേ, അവർക്കത് എളുപ്പമാക്കല്ലേ ചെയ്യുന്നത്. ഐ തിങ്ക് യു ഗോട്ട് മൈ പോയിൻറ്റ്. ഇങ്ങനെ കൊല്ല്, അവരിനെ കൊല്ല്, ഇവരിനെ കൊല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദം അറ്റ് എവറി പ്ലേസ് ഓഫ് ആംബുഷ് എന്നാണ് പറയുന്നത്. എവിടെ ഇരുന്നിട്ടായാലും അവരെ ക്യാപ്ചർ ചെയ്ത് കൊല്ലാനാണ് പറയുന്നത്. ഇനി അടുത്തത് സൂറ 9:29. ഓക്കെ, അതിൽ പറയുന്നത് ഫൈറ്റ് ദോസ് ഹു ഡു നോട്ട് ബിലീവ് ഇൻ അല്ലാഹ് അൻറ്റിൽ ദേ പേ ദ ജിസിയ. ജിസിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, നോൺ മുസ്ലിമിൻ്റെ ടാക്സ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ബേസിക്കലി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നത് യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. ഓക്കെ, പക്ഷേ ഇതിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഒരാളിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരാളെ തീവ്രവാദി ആക്കണമെങ്കിലോ ജിഹാദിസ്റ്റ് ആക്കണമെങ്കിലോ നമുക്ക് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദൈവം എങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരെ ചെയ്യിപ്പിക്കാം. ഇനി അടുത്തത് സൂറ മുഹമ്മദ് 47:4 പറയുന്നത്, സോ വെൻ യു മീറ്റ് ദോസ് ഹു ഡിസ്ബിലീവ് ഇൻ ബാറ്റിൽ strike their necks until when you have subdued them, then blind them firmly. Afterwards, either release them as a favor or ransom them until war lays down its burdens. ഇതും ഒരു യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. പക്ഷേ ഈ ബാറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബാറ്റിലാണ്, ഇതിപ്പോൾ നമ്മൾ യുദ്ധത്തിലാണ്, നമ്മുടെ മതം യുദ്ധത്തിലാണ്, നമ്മുടെ ആ ബാക്കിയുള്ളവരിനെയൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം, കണ്ടാ ദൈവം ഇങ്ങനെ പറയേണ്ടുന്നുണ്ട് എന്ന് ഒരാളെ പറഞ്ഞ് ഇതാക്കാൻ വലിയ പണിയൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ ബുക്ക്. ബാറ്റിൽ, അതായത് നിങ്ങൾ ബാറ്റിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അവരുടെ കഴുത്ത് വെട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് വെരി വയലൻ്റ് ആക്ച്വലി. വാറിൻ്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിലും എന്താണെങ്കിലും എല്ലാ മതങ്ങളും സ്നേഹം പടർത്തുന്നു, മറ്റേ ലവ് ആണ് റിലീജിയൻ, ദൈവം എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ളത് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഹദീത്സ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഖുറാനിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞ്. ഇനി ഹദീത്സ് എടുത്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ 2-3 എണ്ണം പറഞ്ഞത് നിങ്ങളത് നോക്കിക്കോ. സഹീൽ അൽ ബുഖാരി ഹദീത്സ് 6922. സഹീൽ അൽ ബുഖാരി 3017. സഹീൽ മുസ്ലിം 4152. ഹദീത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ലെങ്ത് ആക്കണില്ല, അതൊന്നും എടുക്കില്ല, നിങ്ങൾക്ക് ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഖുറാൻ്റെ കാര്യം. ഇഷ്ടംപോലെ ഇനിയും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ഓൾറെഡി ആഡ് ചെയ്യണം. എനിക്ക് കിട്ടിയ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് ദേ മെയ്ഡ് ലൈക്ക് എ ലൂപ്പ് ഹോൾ കൈൻഡ് ഓഫ് തിങ്. അതായത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ളതല്ല, ഇത് യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രമാണ് എന്ന് എഴുതി വെക്കണമായിരുന്നു. അപ്പോൾ ഓക്കെ. ഇത് പക്ഷേ കോണ്ടെക്സ്റ്റ് ഇത് മുഴുവൻ ഉള്ളവർക്ക് അറിയാം ഇത് യുദ്ധത്തിൻ്റെ സമയത്ത് ഇന്ന ആൾക്കാരിനെ കുറിച്ച്. പക്ഷേ അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതൊക്കെ ഇവർ പറയുന്ന കാരണങ്ങളാണ്. ഇതിപ്പോൾ പറയുന്നതല്ല, ഇതപ്പോൾ പറയുന്നതാണ്, ഈ ആൾക്കാരിനെ കുറിച്ച്, ഈ മദീനയിലെ പേഗൻസിനെ കുറിച്ച് പറയുന്നതാണ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് ഇത്ര വലിയ ഒരു എസ്സേ ഒക്കെ എഴുതിയിട്ടാണ് അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ബുക്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടാ? ഈ യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ കുഴപ്പം. ഇത് ഇങ്ങനെ കുറച്ച് ഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള രീതിയിൽ എഴുതുമ്പോൾ അതിനെ എങ്ങനെ വേണമെങ്കിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. മോശം ആൾക്കാർക്ക് മോശം രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്ത് അതിനെ തീവ്രവാദികളും ജിഹാദിസ്റ്റും ആക്കി മാറ്റാം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, അടുത്ത ഹിന്ദുയിസ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ മനുസ്മൃതി എടുത്തു കഴിഞ്ഞാൽ ഈ മനുസ്മൃതി ഡാർക്ക് എനിക്ക് വയ്യ ഇതെടുക്കാൻ, ഭയങ്കര പ്രശ്നം. 8.272 കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു റൂട്ട്സ് ഉണ്ടല്ലോ, ഈ റൂട്ട്സ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങളിലെ നമ്മൾ പറയും മനുസ്മൃതിയൊക്കെ ആരാ നോക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ ചില കാര്യങ്ങളുണ്ട്
അതൊക്കെ ഇപ്പോഴും റൂറലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇതിൻ്റെയൊക്കെ ലൈവ് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഡിവിഷൻ ഓഫ് ലേബർ ആണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമെങ്കിലും ആക്ച്വലി ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ടോർച്ചർ. ഈ എന്താണ് ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിലുള്ളതാണ് ശൂദ്രാസ്, ലോവർ കാസ്റ്റ് ആൾക്കാർ. ഓക്കെ, അപ്പോൾ അവരിന് ഇനി ഇന്നതാണ് ഈ പറയാന്നില്ല മനുസ്മൃതിയിൽ. ഇഫ് എ ശൂദ്ര ഇൻസൾട്ട്സ് ഹൈ കാസ്റ്റ് വിത്ത് ഗ്രോസ് സ്പീച്ച് ഹിസ് ടങ് ഷാൽ ബി കട്ട്. ബ്രാഹ്മിൻസിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് കട്ട് ചെയ്യണം. ഇഫ് ശൂദ്ര അറഗൻലി ടീച്ചസ് എ ബ്രാഹ്മിൻ ഹിസ് ഡ്യൂട്ടി ദ കിങ് ഷാൽ കോസ് ഹോട്ട് ഓയിൽ ടു ബി പോർഡ് ഇൻ ടു ഹിസ് മൗത്ത് ആൻഡ് ഇയേഴ്സ്. അതായത് ഹൈ കാസ്റ്റിലാണ് നിങ്ങൾ ജനിച്ചതെന്ന് വിചാരിക്കുക കുറേ കൊല്ലങ്ങൾ മുന്നേ. ഇത് എഴുതുമ്പോൾ ഇത് 2000 BC അങ്ങനെ എന്തോ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. 2000 BC ടു 2000 AD അങ്ങനെ എന്തോ ആണ് 200 BC ടു 200 AD അങ്ങനെ എന്തോ ആണ് ഈ മനുസ്മൃതിൻ്റെ ആ ഒരു കാലഘട്ടം. നിങ്ങൾ പണ്ട് നിങ്ങളൊരു കുറച്ച് ഹൈ കാസ്റ്റിലുള്ള ആൾക്കാർ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതുക. നിങ്ങൾ കുറച്ച് സിഗ്മയാണ്, സ്ത്രീകളെ ഒന്നും വലിയ വിലയില്ല, എഴുതി അങ്ങോട്ട് വിട്ടു, സ്ത്രീകളൊക്കെ അടിമകളാണ് എന്ന് എഴുതുക. ശൂദ്രാസൊക്കെ ശൂദ്രാസ് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തലയിൽ കൂടെ തിളച്ച എണ്ണ ഒഴിക്കണം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചെവി കൂടിയും വായിക്കൂടിയും അത് രാജാവ് ചെയ്യണമെന്ന് ഉണ്ട്. അപ്പോൾ ഇതാണ്. എന്നിട്ട് എല്ലാവരും ഞങ്ങളെ ഹൈകാസ്റ്റുകാരനെ ബഹുമാനിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഈ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ നോർത്ത് ഇന്ത്യൻ പാർട്സിലാണ് ഇത് മെയിനായിട്ട് ഫോളോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇപ്പോഴും കുറേ ന്യൂസുകളിലൊക്കെ കാണുന്നില്ല. വെറുതെ ഒരു പൈപ്പിൽ, ഒരു പഞ്ചായത്ത് പൈപ്പിൽ, പബ്ലിക് പൈപ്പിൽ എന്തോ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ലോ കാസ്റ്റിലുള്ള ആൾക്കാരെ അടിച്ചു കൊല്ലുക, പിന്നെ മൂത്രമൊഴിക്കുക. ഏതൊരുത്തൻ അവനെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേലെ മൂത്രമൊഴിക്കുക, അതിന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക, വലിയ സംഭവം അത് കാണിക്കാം. അവരുടെയൊക്കെ മെൻറ്റാലിറ്റീസ് ഇപ്പോൾ ഉള്ള ആ ഒരു മെൻറ്റാലിറ്റി ആവുന്നത് ഇങ്ങനത്തെ കുറേ സ്ക്രിപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് മനുസ്മൃതി അബോളിഷ് ചെയ്യണം, മനുസ്മൃതി തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചിട്ട് മറ്റേതാക്കും. ഇനി നമുക്ക് രാമായണത്തെ കുറച്ച് ഫണ്ണായിട്ടുള്ളത് നോക്കി. രാമായണത്തിൽ ഉത്തരാഖണ്ഡത്തിൽ ഫണ്ണൊന്നുമില്ല, വെറുതെ പറഞ്ഞെന്നുള്ളൂ. രാമായണ ഉത്തരാഖണ്ഡത്തിൽ ഒരു കഥയുണ്ട്. അതിൽ പറയുന്നത് ഒരു ബ്രാഹ്മണൻ്റെ മകൻ മരിച്ചു. ഓക്കെ, അത് കാരണം രാജ്യത്ത് കുറേ വരൾച്ചയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ വന്നിട്ട് രാമൻ്റെ അടുത്ത് പരാതി പറയണം. അപ്പോൾ പരാതി പറഞ്ഞു ഒരു ശൂദ്രനായിട്ടുള്ള ഒരാളാണ് ഇതിനൊക്കെ കാരണം, അവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്, ഇറ്റ്സ് ഫോർബിഡൻ എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ രാമൻ നേരെ പോയിട്ട് ശംഭുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ കൊല്ലുകയാണ്. അയാൾ ശൂദ്രനാണ്, അയാൾ തപസ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തേക്ക് പോകാനോ എന്തോ, അയാൾ മരത്തുനിന്ന് തലകീഴായിട്ട് തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുക എന്തോ ആണ്. അപ്പോൾ രാമൻ പോയിട്ട് ശംഭുകനെ കൊല്ലുകയാണ്. കൊന്നതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? ബ്രാഹ്മണൻ്റെ മകൻ തിരിച്ച് ജീവനോടെ വരികയാണ്, മരിച്ചുപോയ മകൻ. ഇതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഇതൊക്കെ ടൗണിലും മറ്റുള്ളവിടെയൊക്കെ ഇത് കുറവായിരിക്കും. കാരണം അവർക്ക് ഇതിനൊന്നും സമയമില്ല, ജോലി ചെയ്ത് EMI അടിച്ച് ജീവിക്കാനൊക്കെ അവർ നോക്കുക. പക്ഷേ ഈ റൂറൽ ഏരിയസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവരെന്ത് ചെയ്യും വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ കഥകളും മറ്റുള്ളതൊക്കെ കേട്ട് ഇതിങ്ങനെയാണോ, അപ്പോൾ നമുക്ക് അവരിനെ അങ്ങനെ കാണണം, ഇവരെന്തെങ്കിലും തപസ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് രാമൻ ചെയ്ത പോലെ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഇവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും ബിക്കോസ് ഓഫ് ഓൾ ദീസ് സ്ക്രിപ്റ്റേഴ്സ്. ഇപ്പോൾ ചിലർ പറയും രാമായണ സ്റ്റോറിയാണെന്നൊക്കെ പറയും. വാട്ട് എവർ ഇറ്റ് ഈസ്, രാമായണം എന്ന് പറഞ്ഞാൽ ഒരു ഹോളി ബുക്ക് അല്ലെങ്കിൽ ഒരു സംഭവം പോലെ തന്നെയല്ലേ നമ്മൾ കാണുന്നത്. അതിൽ അല്ലെങ്കിൽ രാമായണത്തിൽ പറയുന്ന കാര്യം അതൊന്നും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും അതിനെ റിജക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഈ റൂൾ ബുക്ക് എടുത്താൽ മനുസ്മൃതി, നിങ്ങളിങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ സാധനം എടുത്താൽ അത് അതിലേറെ പ്രശ്നങ്ങൾ. അതൊരു സംഭവം. ഇനി എക്ലിപ്സിൻ്റെ കാര്യം, ഒരു സയൻറ്റിഫിക് ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഭഗവത പുരാണ അതിൽ 8.9 പറയുന്നുണ്ട്, രാഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീമണായിട്ടുള്ള ആൾ ഇമ്മോർട്ടാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെക്ടർ കുടിച്ചു. അപ്പോൾ വിഷ്ണു വന്നിട്ട് അയാളുടെ തല കട്ട് ചെയ്തു. ആ തല കട്ട് ചെയ്ത റിവെഞ്ചിന് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെയും കഴിക്കാൻ വേണ്ടിയിട്ട്
ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാഹുവിൻ്റെ തല വെട്ടിയില്ല. അപ്പോൾ തല മാത്രം ഈ സൂര്യനും ചന്ദ്രനെയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എപ്പൊക്കെ കഴിക്കുമ്പോഴാണ് ഈ എക്ലിപ്സ് സംഭവിക്കുന്നത്. ഈ സോളാർ എക്ലിപ്സും ഈ മൂൺ എക്ലിപ്സ് അല്ല, ഈ മൂണിൻ്റെ സംഭവമില്ലേ, അതിൻ്റെ ചെറുത് വലുതായിട്ട് വരുന്ന ആ സംഭവമില്ലേ, ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് കാരണമെന്ന് പറയണം. ഇത് പണ്ടത്തെ ആൾക്കാർ ചിലപ്പോൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഇത് പറഞ്ഞത് ഔട്ട്ഡേറ്റഡ് അല്ലേ? നമുക്കറിയാലോ എന്തുകൊണ്ടാണ് എക്ലിപ്സ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതൊക്കെ അറിയാലോ. അപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് അല്ലേ? അപ്പോൾ ഇത് ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ ഈ ഇതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും പലതും ഔട്ട്ഡേറ്റഡ് ആയിരിക്കില്ലേ? ഹെൻസ് പ്രൂവ്ഡ്. ഇനി വേറൊരു ഇതേപോലെ സയൻറ്റിഫിക് ആണെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഗാന്ധാരി, മഹാഭാരതത്തിലുള്ള കഥയാണ്. ഗാന്ധാരി 100 മക്കളിനെ പ്രസവിച്ച് ഗാന്ധാരിയില്ല. അപ്പോൾ 100 മക്കളിനെ എങ്ങനെ പ്രസവിച്ചു എന്നതിൻ്റെ കഥയാണ് പറയുന്നത്. അതായത് 2 കൊല്ലം പ്രഗ്നൻ്റ് ആയിരുന്നു ഗാന്ധാരി. അപ്പോൾ അത് പ്രഗ്നൻസി ഒരുപാട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ദേഷ്യം വന്നിട്ട് ഈ വൂമ്പിനെ സ്ട്രക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു വലിയൊരു ഫ്ലഷിൻ്റെ ഒരു ഇത് പുറത്തേക്ക് വന്നു. ആ ഫ്ലഷിനെ വ്യാസം വന്നിട്ട് കട്ട് ചെയ്തിട്ട് 100 ജാറുകളിൽ നെയ്യ് ഫിൽഡ് ആയിട്ടുള്ള ജാറുകളിൽ ആ 100 ഫ്ലഷുകളിനെ ഇട്ടു വന്നും. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് 100 സൺസായിട്ട്, ആ 100 ആൺകുട്ടികളായിട്ട് മാറിയെന്നാണ് ഇവർ പറയുന്ന കഥ. അപ്പോൾ ഇതിനെ പറയുന്നത് ഒരു സ്റ്റെം സെൽ ഒക്കെ പണ്ടേ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എനി അതർ ഫാൻറ്റസി സ്റ്റോറീസ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഹാപ്പനിങ്. ആൻഡ് ഇതൊക്കെ എങ്ങനെ ഇതൊന്നും ഫാൻറ്റസി അല്ല, ഇതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഷുഡ് റീഡ് ഹാരി പോട്ടർ ആൻഡ് ഓൾ ദിസ് കോമിക്സ്. ഇതിനേക്കാളും നല്ല ഫാൻറ്റസി അതിലുണ്ട്. വീണ്ടും ഒരു മനുസ്മൃതിയോടെ അവസാനിപ്പിക്കാം. മനുസ്മൃതി 9.59 to 9.60 പറയുന്നുണ്ട്. If a woman is widow or childless, impregnate by her brother-in-law or a relative. അതായത് ഒരു സ്ത്രീ വിധവയാണെങ്കിലോ കുട്ടിയില്ലാണ്ട് ഇരിക്കുകയാണെങ്കിലോ ഇംപ്രഗ്നേറ്റ് ചെയ്യാം. ബ്രദറിൻ ലോയ്ക്ക് വേണമെങ്കിൽ വന്നിട്ട് ഇംപ്രഗ്നേറ്റ് ചെയ്യുക, അതായത് പ്രസവിപ്പിക്കുക, മീൻസ് കുട്ടി ഉണ്ടാക്കുക. ഒരു സ്ത്രീ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ബ്രദറിൻ ലോയ്ക്ക് അവകാശമുണ്ട് അവരിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യാനുള്ളത് എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ സിഗ്മയൊന്നുമല്ല ആൾക്കാർ, ഈ മനുസ്മൃതി എഴുതിയ ആൾക്കാർ. ഇതിൽ തിരി വേറെ മൂഡിലായിരുന്നു എന്നാണ് തോന്നുന്നത്. റിലേറ്റീവ്സിനും ബ്രദറിൻ ലോനും അതിന് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്, വിധവയായിട്ടുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ. ഇതിൽ ഇനി ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ഇത് എത്ര വേണമെങ്കിലും എടുക്കാം, ഇഷ്ടംപോലെ നോക്കാം. ഇവരെഴുതി വെച്ചത് വായിച്ചാൽ പ്രശ്നമാണ്. എഴുതി വെച്ചതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ ഇഷ്ടംപോലെ പേരുണ്ടാവും. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ല. കാരണം പെട്ടുപോയി, ഞങ്ങൾക്ക് ഇതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾ ഈ ഒരു മതത്തെയും വിശ്വസിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കും, ഒന്നും പറയാനില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഞാൻ ആക്ച്വലി ഈ സ്ക്രിപ്റ്റേഴ്സ് കുറേ വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തന്നെ ഭ്രാന്തായി. എന്തൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ എന്നിട്ട് അതിൽ ഒരു മയമുള്ളതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയോ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വീഡിയോസ് ഉണ്ടാവും, അലക്സോ കോണറിൻ്റെയോ ആരിഫ് വെച്ച് ഡാർക്ക് ആണെങ്കിൽ വേറെ ഏതെങ്കിലോ ഇഷ്ടംപോലെ ഉണ്ട്. ഏതെങ്കിലും എടുത്ത് നോക്കുക അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ. ഇറ്റ്സ് ഫക്ഡ് അപ്പ്. ഓക്കെ, ഇതിനൊക്കെ ഇപ്പോഴും ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരോട് ഹാരി പോട്ടർ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളോട് ഇതിൻ്റെ പ്രതികാരം ചോദിക്കുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ മൊബൈൽ അടിച്ചു പോയോടാ, ഹാക്ക് ചെയ്യോടാ എല്ലാവരുടെയും നോക്കിയോ. അപ്പോൾ ഓക്കെ.